ഡിയർ ഫ്രണ്ട്സ്, ഇന്ന് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ കൊണ്ടുവന്നിരിക്കുന്നത് 2026-ൽ റിലീസായ ഒരു വെറൈറ്റി ത്രില്ലർ സീരീസാണ്, ഹിസ് ആൻഡ് ഹേഴ്സ്. പേര് കേൾക്കുമ്പോൾ തന്നെ ഒന്ന് വ്യത്യസ്തമെന്ന് തോന്നുന്നില്ലേ? പക്ഷേ ഇതൊരു സാധാരണ ത്രില്ലർ കഥയല്ല. കഥ തുടങ്ങുന്നത് 5 കൂട്ടുകാരികളിൽ നിന്നാണ്. ചിരിയും കളിയുമൊക്കെയായി ജീവിതമങ്ങനെ ആഘോഷിച്ചു നടക്കുന്ന ഒരു ചെറിയ ഗ്യാങ്. എന്നാൽ ഒരു ദിവസം അവരുടെ ജീവിതം അപ്രതീക്ഷിതമായി മാറിമറിയുന്നു. കാരണം കൂട്ടത്തിലെ ഓരോരുത്തരായി അവർ ദുരൂഹ സാഹചര്യങ്ങളിൽ കൊല്ലപ്പെടാൻ തുടങ്ങുന്നു. ആരാണീ കൊലയാളി? എന്തിനാണ് ഈ പെൺകുട്ടികളെ മാത്രം ലക്ഷ്യമിടുന്നത്? ഈ രഹസ്യം കണ്ടെത്താൻ നമ്മുടെ നായകനും അവന്റെ ഡിറ്റക്റ്റീവ് പാർട്ട്ണറും കേസ് ഏറ്റെടുക്കുന്നു. അവർ ഓരോ ക്ലൂവും പിന്തുടർന്ന് അന്വേഷണം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ അവർക്കൊരിക്കലും ഊഹിക്കാനാവാത്തൊരു സത്യമാണ് അവരുടെ മുന്നിൽ തുറന്നുവരുന്നത്. സത്യം പറഞ്ഞാൽ, നിങ്ങൾ എത്ര തലപുകഞ്ഞ് ആലോചിച്ചാലും ഈ കൊലയാളിയെ ആരാണെന്ന് കണ്ടെത്താൻ വളരെ ബുദ്ധിമുട്ടാണ്. കാരണം ഓരോ എപ്പിസോഡിലും ഈ സീരീസ് ഒളിപ്പിച്ചിരിക്കുന്നത് ഭീകരമായ ട്വിസ്റ്റുകളാണ്. അവസാനം ആ കൊലയാളിയെ അവർ കണ്ടെത്തിയോ ഇല്ലയോ? ഇതറിയണമെങ്കിൽ നമുക്ക് നേരെ കഥയിലേക്ക് പോകണം. അതിനു മുമ്പൊരു ചെറിയ കാര്യം. ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ചെയ്യണേ. ഈ സീരീസിന്റെ തുടക്കത്തിൽ തന്നെ കാണിക്കുന്നത് ഇരുണ്ട ഒരു കാടിന്റെ ഉള്ളിൽ തണുത്തുറഞ്ഞ ഒരു രാത്രി. അവിടെ ഒരു പെൺകുട്ടിയെ കാണിക്കുന്നു. ഒന്ന് കണ്ണടച്ചു തുറക്കും മുൻപേ ക്രൂരമായി ആ പെൺകുട്ടിയെ ആരോ കുത്തിക്കൊല്ലുന്നു. ആ സീൻ കണ്ടാൽ നമ്മുടെ ഉള്ളൊന്ന് പിടയും. മരിക്കാറായ അവസ്ഥയിലും അവളുടെ കൈകാലുകൾ മാത്രം ചെറുതായി ഇളകുന്നുണ്ട്. അവസാന ശ്വാസം വലിച്ചെടുക്കാൻ പാടുപെടുന്ന ഒരു കാഴ്ച. അവസാനം ഒരു കാറിന്റെ ബോണറ്റിന് മുകളിൽ ആ കുട്ടി മരിച്ചു കിടക്കുന്നു. അപ്പോഴാണ് സീരീസിന്റെ പേര് സ്ക്രീനിൽ തെളിയുന്നത്, ഹിസ് ഹേഴ്സ്. അടുത്തതായി നമ്മൾ കാണുന്നത് നമ്മുടെ നായികയാണ്. അവളുടെ പേര് അന്ന. ഒരു ജേർണലിസ്റ്റാണ് കക്ഷി. മഴയത്തൂടെ റെയിൻകോട്ടൊക്കെ ഇട്ട് ഒരുമാതിരി പരിഭ്രമിച്ചും വെപ്രാളപ്പെട്ടുമൊക്കെ എവിടെ നിന്നോ വീട്ടിലേക്ക് ഓടിവരികയാണ്. വീട്ടിൽ കയറിയ ഉടനെ വേറെ ഒന്നും നോക്കിയില്ല. നേരെ മേശപ്പുറത്തിരുന്ന മദ്യമെടുത്ത് ഭയങ്കരമായി കുടിക്കാൻ തുടങ്ങി. കുടിച്ചു കഴിഞ്ഞപ്പോഴാണ് അവൾക്ക് വല്ലാത്ത പല്ലുവേദന അനുഭവപ്പെടുന്നത്. വായുടെ ഒരു വശം നന്നായി വീർത്തിരിക്കുന്നു. നോക്കിയപ്പോൾ അറിയാം, ഭയങ്കരമായ ഇൻഫെക്ഷനായിട്ടുണ്ട്. ഇനി എന്തു ചെയ്യുമെന്നാലോചിച്ച് അവൾ അവിടെ നിൽക്കുമ്പോഴാണ് വീട്ടിലുള്ള ആവശ്യമില്ലാത്ത സാധനങ്ങളെല്ലാം, പഴയ ബുക്കുകൾ, നോട്ടുകൾ, വസ്ത്രങ്ങൾ, അങ്ങനെ എന്തൊക്കെയോ അവൾ വാരിയെടുത്ത് വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുന്നു. എന്തോ മറച്ചുവെക്കാൻ ശ്രമിക്കുന്ന പോലെ, അല്ലെങ്കിൽ പഴയതെല്ലാം ഉപേക്ഷിക്കുന്ന പോലെ ഒരു സീൻ. ഇനി നമ്മൾ കാണാൻ പോകുന്നത് നമ്മുടെ നായകനെയാണ്. നായികയുടെ ഭർത്താവാണിയാൾ. പേര് ജാക്ക്. പക്ഷേ ഇവരിപ്പോൾ ഒരുമിച്ചല്ല താമസിക്കുന്നത് കേട്ടോ. നായകനും നായികയും പിരിഞ്ഞ് വേറെ വേറെയാണ് താമസം. ഇപ്പോൾ ജാക്ക് താമസിക്കുന്നത് അവന്റെ സഹോദരിയുടെ വീട്ടിലാണ്. രാവിലെ അവന്റെ സഹോദരിയുടെ മോളാണ് വന്നവനെ ഉണർത്തുന്നത്. ആ കുട്ടിയുമായി കുറച്ച് ചിരിയും കളിയുമൊക്കെ കഴിഞ്ഞ് നമ്മുടെ നായകൻ ഓഫീസിലേക്ക് പോകാൻ ഇറങ്ങുകയാണ്. അപ്പോഴാണ് സഹോദരി ചോദിക്കുന്നത്, ഇന്നലെ രാത്രി വൈകിയല്ലോ വന്നത് എന്ന്. സഹോദരിയുടെ മൂക്കുകൊണ്ട് മണം പിടിച്ച് സംശയത്തോടെ നോക്കുന്നു. സംസാരിക്കുന്നതിനിടയിൽ ഇവന്റെ മേൽ എന്തോ ഒരു വ്യത്യസ്തമായ മണം വരുന്നുണ്ടല്ലോ എന്ന് സഹോദരി ശ്രദ്ധിക്കുന്നു. എന്താടാ ഇത് എന്ന് ചോദിക്കുമ്പോൾ നായകൻ അതൊന്നും കാര്യമാക്കാതെ എനിക്ക് സമയമായി എന്നും പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങി നേരെ ഓഫീസിലേക്ക് വിടുന്നു. ഓഫീസിലെത്തുമ്പോൾ നമ്മുടെ നായകനൊരു പാർട്ട്ണറുണ്ട്. പേര് പ്രിയ. ആ നാട്ടിൽ ഏത് കേസായാലും സുരക്ഷാ കാരണങ്ങൾ കൊണ്ട് 2 പോലീസ് ഉദ്യോഗസ്ഥർ വീതമാണ് പോയി അന്വേഷിക്കുന്നത്. അപ്പോഴാണ് ഇവർക്കൊരു പുതിയ കേസ് കിട്ടുന്നത്. അങ്ങനെ പാർട്ട്ണറായ പ്രിയ വന്നിട്ട്, ഹേ, രാവിലെ മുതൽ നിനക്ക് എത്ര തവണ ഞാൻ കോൾ ചെയ്തു? ജോർജിയ കാട്ടിനുള്ളിൽ ഒരു പെൺകുട്ടിയെ ആരോ കൊലപ്പെടുത്തിയിട്ടുണ്ടത്രേ. ആ സ്പോട്ടിലേക്ക് ഉടൻ തന്നെ പോകണം എന്ന് പറഞ്ഞ് അവർ 2 പേരും കൂടി അവിടേക്ക് പോകുന്നു. ഇപ്പോൾ അവിടെ സീൻ കട്ടാകുന്നു. ഈ വശത്ത് നമ്മുടെ നായിക നേരെ ഓഫീസിലേക്ക് പോകുന്നു. ഓഫീസിനുള്ളിൽ വെച്ച് നായിക ലെക്സിയെ കാണുന്നു. ലെക്സി ആരാണെന്ന് വെച്ചാൽ, നായിക കുറച്ച് ദിവസമായി ജോലിക്ക് വരാതിരുന്ന സമയത്ത് നായികയ്ക്ക് പകരമായി നിയമിക്കപ്പെട്ടയാളാണ്. ആ കുട്ടിയോട് വെറുതെ ഹായ് ഹലോ ഒക്കെ പറഞ്ഞ് നേരെ പോയി ബോസിനെ കണ്ട്, എനിക്ക് ആ ജോലി വീണ്ടും വേണം എന്ന് പറയുന്നു. എന്താ, നിനക്ക് ഭ്രാന്താണോ? നീ എന്തൊക്കെയാണ് അനുഭവിച്ചുകൊണ്ടിരിക്കുന്നത് എന്ന് എനിക്ക് നന്നായി അറിയാം. പക്ഷെ അതിനുവേണ്ടി ഇങ്ങനെ ഒന്നും പറയാതെയും അറിയിക്കാതെയും ഒരു പോക്ക് പോയാലോ? നീ ഇത്രനാൾ എവിടെ പോയി? എന്തുപറ്റി? ജോലിക്ക് വരുമോ വരില്ലയോ ഒന്നും അറിയില്ലായിരുന്നല്ലോ. ഇപ്പോൾ കുറേ ദിവസങ്ങൾക്ക് ശേഷം തിരിച്ചു വന്നിട്ട് എനിക്ക് അതേ ജോലി വേണമെന്ന് പറഞ്ഞാൽ എങ്ങനെ കിട്ടും? നിനക്ക് പകരമായി ലെക്സിയെ അപ്പോയിന്റ്മെന്റ് ചെയ്തു പോയില്ലേ? നിനക്ക് ആ ജോലി ഉടനെ കിട്ടാൻ ഒരു സാധ്യതയില്ല എന്ന് ബോസ് പറയുന്നു. അവൾ ഒരുപാട് പ്രഷർ ചെയ്യുന്നു. എനിക്ക് നന്നായി ജോലി ചെയ്യാൻ കഴിയും. ആ കുട്ടിയേക്കാൾ നന്നായി ചെയ്യാൻ എനിക്കറിയാം. അതെല്ലാം നിങ്ങൾക്കറിയാവുന്നതാണല്ലോ. എനിക്ക് ആ ജോലി എങ്ങനെയെങ്കിലും തിരിച്ചു കിട്ടിയേ പറ്റൂ എന്ന് പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ നോക്കുന്നുണ്ടെങ്കിലും നടക്കില്ല എന്ന് ബോസ് പറയുന്നു. ആ കുട്ടിയും ടാലന്റഡായ റിപ്പോർട്ടറാണ്. ഞങ്ങളെല്ലാവരും ഒരു ടീമായി ചേർന്നാണ് അവളെ ജോലിക്കെടുത്തത്. അഗ്രിമെന്റുമുണ്ട്. ഞാൻ തന്നെയാണതിൽ സൈൻ ചെയ്തത് എന്ന് പറയുന്നു. ബോസ് ഇതൊക്കെ പറഞ്ഞിട്ടും നായിക വിടുന്ന ലക്ഷണമില്ല. ജോർജിയ കാട്ടിനുള്ളിൽ ഒരു പെൺകുട്ടിയെ ക്രൂരമായി കൊലപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ പോയി ആ സംഭവം കവർ ചെയ്യട്ടെ. എന്റെ ആ വർക്ക് കണ്ടെങ്കിലും എനിക്ക് പ്രമോഷനും എന്റെ പഴയ ജോലിയും തിരികെ കിട്ടാൻ ചാൻസുണ്ട്. ഞാനൊന്ന് ട്രൈ ചെയ്യട്ടെ.
ശരി, ഇപ്പോൾ നിനക്ക് എന്താണ് വേണ്ടത് എന്ന് ബോസ് ചോദിക്കുമ്പോൾ എനിക്കൊരു ക്യാമറാമാനെ വേണം എന്ന് പറയുന്നു. ആര് വേണം എന്ന് ചോദിച്ചപ്പോൾ റിച്ചാർഡ് എന്ന് പറയുന്നു. റിച്ചാർഡ് ആരാണെന്ന് വെച്ചാൽ ലെക്സിയുടെ ഭർത്താവാണ്. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് ജാക്കിനെയും പ്രിയയെയും കാണിക്കുന്നു. അവർ ആ ക്രൈം സ്പോട്ടിലെത്തി. മൃതദേഹം കണ്ട ഉടനെ നമ്മുടെ ജാക്കിന് ഈ പെൺകുട്ടി ആരാണെന്ന് നന്നായി അറിയാമെന്ന് തോന്നുന്നു. അവന്റെ മുഖഭാവം ആകെ മാറുന്നു. പക്ഷെ അവൻ അപ്പോൾ തന്നെ അറിയാമെന്നൊന്നും പറയുന്നില്ല. മരിച്ച പെൺകുട്ടിയുടെ കൈ നോക്കുമ്പോൾ നഖമെല്ലാം അടർന്നു പോയിട്ടുണ്ട്. മരിച്ച പെൺകുട്ടി വിവാഹിതയാണെന്ന് തോന്നുന്നു. വെഡ്ഡിംഗ് റിംഗ് ധരിച്ചിട്ടുണ്ട്. ആ വെഡ്ഡിംഗ് റിംഗ് പോലും ആരോ കത്തിക്കൊണ്ട് അറുത്തുമാറ്റാൻ ശ്രമിച്ചതുപോലെയാണ് കാണുന്നത്. ഇതേസമയം പ്രിയയും ടീമും ചേർന്ന് അവിടെ ആരോ വന്നുപോയതിന്റെ ഫുട്പ്രിന്റ്സ് കണ്ടെത്തുന്നു. ഈ വശത്തൊരു കാൽപ്പാടുണ്ട്, അതൊന്ന് ചെക്ക് ചെയ്യാമോ എന്ന് ചോദിക്കുമ്പോൾ ഹീറോ പറയുന്നു, ഇവിടെ ആയിരക്കണക്കിന് ആളുകൾ വന്നു പോകുന്നതാണ്. നമ്മൾ കണ്ടെത്തുന്നതെല്ലാം കൊലയാളിയുടേതാകണം എന്നൊരു നിർബന്ധവുമില്ല. നീ അതൊക്കെ വിട്. ആദ്യം പോയി മരിച്ച പെൺകുട്ടിയുടെ മൊബൈൽ എവിടെയാണെന്ന് നോക്ക്. മറ്റെന്തെങ്കിലും പ്രധാന തെളിവുകൾ കിട്ടുമോ എന്ന് നോക്ക്. അതുകൂടാതെ ആ പ്രസ് മീഡിയ റിപ്പോർട്ടേഴ്സിനെ മാത്രം അകത്തേക്ക് വിടരുത് എന്ന് പറഞ്ഞ് അയാൾ എല്ലാം നിയന്ത്രിക്കുന്നു. എല്ലാം തന്റെ നിയന്ത്രണത്തിൽ വെക്കണമെന്ന് അയാൾ ആഗ്രഹിക്കുന്നു എന്ന കാര്യം പ്രിയയ്ക്ക് നന്നായി മനസ്സിലാകുന്നു. പ്രസ് റിപ്പോർട്ടേഴ്സിനോട് ഇതിനപ്പുറം അകത്തേക്ക് വരരുത് എന്ന് പറയുമ്പോൾ അവർ ഓരോ ചോദ്യങ്ങൾ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നു. ഇതേസമയം നമ്മുടെ നായികയും ക്യാമറാമാനും അവിടെ എത്തുന്നുണ്ട്. ഇങ്ങനെയൊരു മൃതദേഹം കണ്ടെത്തിയിട്ടുണ്ട്. ആരാണ്, എന്താണ് എന്നൊന്നും അറിയില്ല. എത്രയും വേഗം അന്വേഷിച്ച് എല്ലാ സത്യങ്ങളും കണ്ടെത്തിയ ശേഷം നിങ്ങൾക്ക് വിവരങ്ങൾ നൽകാം എന്ന് ജാക്ക് പറയുമ്പോൾ ഉടനെ നമ്മുടെ നായിക ചോദിക്കുന്നു, മരിച്ച വ്യക്തി ആരാണെന്ന് നിങ്ങൾക്ക് നന്നായി അറിയാമല്ലോ എന്ന്. അതിന് മറുപടിയൊന്നും നൽകാതെ ഞങ്ങൾ യഥാർത്ഥ കൊലയാളിയെ കണ്ടെത്തിയ ശേഷം കേസ് അവസാനിപ്പിക്കുമ്പോൾ നിങ്ങൾക്ക് പ്രസ് മീറ്റ് നൽകാം എന്ന് പറഞ്ഞ അയാൾ അവിടെ നിന്ന് പോകുന്നു. നായികയുടെ ആ ചോദ്യം കേട്ടിട്ട് പ്രിയയ്ക്കെന്തോ ഒരു സംശയമുള്ളിൽ തോന്നുന്നു. ആ പെൺകുട്ടി എന്തിനാണ് നിങ്ങളോട് അങ്ങനെ ചോദിച്ചത്? സത്യം പറയൂ എന്ന് ചോദിക്കുമ്പോൾ മീഡിയ റിപ്പോർട്ടേഴ്സായാൽ അവർ 1000 ചോദ്യങ്ങൾ ചോദിക്കും. അതിനെല്ലാം മറുപടി നൽകാൻ കഴിയില്ല. നീ പോയി നിന്റെ ജോലി നോക്ക് എന്ന് ജാക്ക് പറയുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്താൽ റിച്ചാർഡും നായികയും ഇരുന്ന് സംസാരിക്കുകയാണ്. ആ പോലീസുകാരനോട് നീ എന്തിനാണ് അങ്ങനെ ഒരു ചോദ്യം ചോദിച്ചത് എന്ന് ചോദിക്കുന്നു. അതിന് മറുപടി നൽകാതെ നിന്റെ ഭാര്യ നിന്നെ പിന്നിലാക്കി അവൾ പതുക്കെ പതുക്കെ ഉയരങ്ങളിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. അവളെ ആരെങ്കിലും റോഡിൽ കണ്ടാൽ പോലും സെലിബ്രിറ്റിയാണെന്ന് കരുതി ഫോട്ടോ എടുക്കാൻ വരുന്നു. അത്രത്തോളം അവൾ വളർന്നു. പക്ഷെ നീ ഇപ്പോഴും ഒരു മാറ്റവുമില്ലാതെ ക്യാമറാമാനായി തന്നെ കഴിയുന്നു എന്ന് പറഞ്ഞ് ആ പെൺകുട്ടിയെക്കുറിച്ച് മോശമായി സംസാരിച്ച് ആ കുടുംബം തകർക്കാൻ നായിക നോക്കുന്നു. അതുമാത്രമല്ല, അവനെ തന്റെ വലയിൽ വീഴ്ത്തി കൂടെ കൊണ്ടുപോയി അവർ റൊമാൻസിലേർപ്പെടുന്നു. ഈ കാര്യം നമ്മുടെ ഹീറോ കണ്ടുപിടിക്കുന്നു. ഇവർ എങ്ങോട്ടാണ് പോകുന്നത്, എവിടെയാണ് വരുന്നത് എന്ന് നോക്കി അവരെ പിന്തുടർന്ന് ആ റൂം വരെ വന്ന് അവർ ആ ഹോട്ടൽ റൂമിൽ കിടന്ന് റൊമാൻസിലേർപ്പെടുന്നത് കണ്ട് ജാക്ക് വാതിലിൽ തട്ടിയിട്ട് അവിടെ നിന്ന് പോകുന്നു. ഇവർ വന്നു നോക്കുമ്പോൾ ആരെയും കാണുന്നില്ല. തന്റെ ഭർത്താവ് തന്നെയാണ് പിന്നാലെ വന്നത് എന്ന് നായികയ്ക്ക് നന്നായി അറിയാമായിരുന്നു. അതുകൊണ്ട് അവളൊന്ന് അസ്വസ്ഥയാകുന്നു. നിനക്കെന്താ പറ്റിയത് എന്ന് റിച്ചാർഡ് ചോദിക്കുമ്പോൾ അത് വേറാരുമല്ല, എന്റെ ഭർത്താവാണ്. ഞാനും അവനും തമ്മിൽ അത്ര ചേർച്ചയിലല്ല, അതല്ലാതെ വേറെ ഒന്നുമില്ല എന്ന് പറയുമ്പോൾ റിച്ചാർഡ് ഒന്ന് ഞെട്ടുന്നു. അവനോട് സംസാരിച്ചു കഴിഞ്ഞ് നായിക നേരെ അമ്മയുടെ വീട്ടിലേക്ക് പോകുന്നു. അമ്മയെ കണ്ടിട്ട് മാസങ്ങളോ ആഴ്ചകളോ ഒക്കെ ആയെന്ന് തോന്നുന്നു. അമ്മയ്ക്ക് പ്രായമായി, സുഖമില്ലാതെ കിടക്കുകയാണ്. മകളെ കണ്ട ഉടനെ അമ്മ കെട്ടിപ്പിടിക്കുന്നു. അപ്പോഴാണ് നമ്മുടെ നായകൻ ജാക്ക് അവിടേക്ക് വരുന്നത്. ജാക്ക്, എങ്ങനെയുണ്ട് മോനെ എന്ന് മദറിൻലോ ചോദിക്കുന്നു. സത്യത്തിൽ നായികയുടെ അമ്മയ്ക്ക് നല്ല പ്രായമായി, കൂടെ അംനീഷ്യ എന്ന പ്രശ്നവുമുണ്ട്. അവരെന്താണ് ചെയ്യുന്നത്, എങ്ങനെയാണ് ഇരിക്കുന്നത്, എവിടെയാണ് ഉള്ളത് എന്നൊന്നും അവർക്ക് ഓർമ്മയുണ്ടാകില്ല. പെട്ടെന്നെല്ലാം മറന്നുപോകും. നായിക അവിടെ ഉണ്ടാകുമെന്ന് ജാക്ക് ഒട്ടും പ്രതീക്ഷിച്ചിരുന്നില്ല. അവർ പുറത്തിറങ്ങി സംസാരിക്കുന്നു. അമ്മയുടെ ആരോഗ്യസ്ഥിതി മോശമാണ്. അംനീഷ്യ കാരണം അവർ ഒരുപാട് കഷ്ടപ്പെടുന്നുണ്ട്. ഒരിക്കൽ വസ്ത്രമില്ലാതെ കുളി കഴിഞ്ഞ് റോഡിലിറങ്ങി നടന്ന കാര്യവും അതിനുശേഷം താനാണവരെ നോക്കുന്നതെന്നും ജാക്ക് പറയുന്നു. യഥാർത്ഥത്തിൽ നായിക പെട്ടെന്നൊരു ദിവസം അപ്രത്യക്ഷയായതാണ്. അവരുടെ ജീവിതത്തിൽ എന്തോ ഒരു മോശം സംഭവം നടന്നിട്ടുണ്ട്. ഭാര്യയെ തിരഞ്ഞു നടന്നത് കാരണം ജാക്കിന് തന്റെ പോലീസ് ജോലി വരെ നഷ്ടപ്പെട്ടു. ഇപ്പോൾ എന്തു ചെയ്യണമെന്നറിയാത്ത അവസ്ഥയിലും നിന്റെ രോഗിയായ അമ്മയെ ഞാൻ നോക്കിയെന്ന് ജാക്ക് പറയുമ്പോൾ നായികയ്ക്ക് എന്തു മറുപടി നൽകണമെന്നറിയില്ല. അവൾ വീടിനുള്ളിലേക്ക് പോകുന്നു. അവിടെ അവളുടെ പഴയ മുറിയുണ്ട്. അതിൽ പഴയ കാര്യങ്ങൾ, ഓർമ്മകൾ, ഫോട്ടോകൾ, പിന്നെ റെക്കോർഡ് ചെയ്ത ഒരു വീഡിയോയുമുണ്ട്. ആ വീഡിയോ അവൾ കാണുകയാണ്. അവളുടെ 16ാം ജന്മദിനത്തിൽ കൂട്ടുകാരുമൊത്തെടുത്ത വീഡിയോ ആണത്. അത് കണ്ടുകൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിൽ ഒരു കാര്യം പറയാൻ വിട്ടുപോയി കേട്ടോ. നായകൻ നായികയോട് ചോദിച്ചിരുന്നു, നീ എപ്പോഴാണ് ജോലിയിൽ കയറിയത്, എന്തിനാണ് ആ ക്രൈം സ്പോട്ടിൽ വന്ന് അങ്ങനെയൊരു ചോദ്യം ചോദിച്ചത് എന്ന്. മരിച്ചതാരാണെന്ന് നിനക്കറിയാമല്ലോ, സത്യം പറയൂ എന്ന് നായിക ചോദിക്കുമ്പോൾ അറിയാം, അത് റേച്ചലാണ് എന്ന് ജാക്ക് സമ്മതിക്കുന്നു. റേച്ചലും നായികയും കുട്ടിക്കാലം മുതലേ അടുത്ത സുഹൃത്തുക്കളായിരുന്നു. നിന്റെ കൂട്ടുകാരി റേച്ചലാണ് കൊല്ലപ്പെട്ടത്. പക്ഷേ ഈ വിവരം ഇപ്പോൾ പുറത്തുവിടരുത്.
പുറത്തറിഞ്ഞാൽ വലിയ പ്രശ്നമാകും. കൊലയാളിയെ പിടിച്ച ശേഷം ഞാൻ തന്നെ നിന്നോട് പറയാമെന്ന് ജാക്ക് പറയുന്നു. നായിക ഇപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്ന 16ാം ജന്മദിന വീഡിയോയിൽ റേച്ചലും മറ്റൊരു സുഹൃത്തുമുണ്ട്. ഇപ്പോൾ സീൻ കട്ടാകുന്നു. നായകൻ ഫോറൻസിക് ലാബിലേക്ക് പോകുന്നു. പോസ്റ്റ്മോർട്ടം നടക്കുകയാണ്. ഇതുവരെ എന്താണ് കണ്ടെത്തിയത് എന്ന് ചോദിക്കുമ്പോൾ ഒരു ചെറിയ കത്തി ഉപയോഗിച്ച് ശരീരത്തിൽ ഏകദേശം 40 തവണ കുത്തിയാണ് കൊലപാതകം നടത്തിയിരിക്കുന്നത് എന്ന് ഡോക്ടർ പറയുന്നു. 40 തവണയോ എന്ന് കേട്ട് ജാക്കാകെ ഞെട്ടിപ്പോകുന്നു. അതുകൂടാതെ നഖങ്ങളിൽ പോലും എന്തോ സംഭവിച്ചിട്ടുണ്ട്. അത് മുറിച്ചെടുത്തതാണോ അതോ പിഴുതെടുത്തതാണോ എന്ന് വ്യക്തമല്ല. ഈ പെൺകുട്ടിയുടെ ശരീരത്തിൽ നിന്നും സെമൻ സാമ്പിളുകൾ ലഭിച്ചിട്ടുണ്ട്. ഇത് ഇഷ്ടത്തോടെ നടന്നതാണോ അതോ ബലാത്സംഗമാണോ എന്ന് ഉറപ്പിച്ചു പറയാൻ കഴിയില്ല. ബലാത്സംഗം നടന്നതിന്റെ ലക്ഷണങ്ങളൊന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. ഒരുപക്ഷേ ഇത് കൊലയാളിയുടേതാകാനും സാധ്യതയുണ്ട്. ഇത് മാത്രമല്ല, ക്രൈം സ്പോട്ടിൽ വന്നവരിൽ ആരുടെയെങ്കിലും മേൽ നിങ്ങൾക്ക് സംശയമുണ്ടെങ്കിൽ അവരുടെ എല്ലാം സാമ്പിളുകൾ ശേഖരിച്ച് നൽകിയാൽ നമുക്കത് മാച്ച് ചെയ്ത് നോക്കാമെന്ന് ഡോക്ടർ പറയുന്നു. ശരി, ഞങ്ങൾ നോക്കിക്കൊള്ളാമെന്ന് പറഞ്ഞ് ജാക്കും പ്രിയയും അവിടെ നിന്നും ഇറങ്ങുന്നു. അവർ പോയതിനുശേഷം ഫോറൻസിക് ഡോക്ടർ മരിച്ച പെൺകുട്ടിയുടെ വായ പരിശോധിക്കുമ്പോൾ ഉള്ളിൽ എന്തോ ഉണ്ട് എന്ന് ശ്രദ്ധിക്കുന്നു. നോക്കുമ്പോൾ അതൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡാണ്. അതാ പെൺകുട്ടിയുടെ നാവിൽ കെട്ടിവച്ചിരിക്കുകയാണ്. ഈ കൊലയാളി ഇത്ര ക്രൂരനാണോ എന്ന് ഡോക്ടർ അത്ഭുതപ്പെടുന്നു. ഈ സമയം നായിക പഴയ കാര്യങ്ങൾ നോക്കിക്കൊണ്ടിരിക്കുകയാണല്ലോ. അവരുടെ കയ്യിലും ഇതേപോലെയുള്ള ഒരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ഇരിക്കുന്നത് കാണിക്കുന്നു. അതായത് നായികയും മരിച്ച പെൺകുട്ടിയും സുഹൃത്തുക്കളായതുകൊണ്ട് അവർ പണ്ട് പരസ്പരം മാറ്റി നൽകിയതാകാമെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ഇപ്പോൾ സീൻ കട്ടാകുന്നു. നായകനും പ്രിയയും ചേർന്ന് മരിച്ച പെൺകുട്ടിയുടെ ഭർത്താവിനെ വിവരമറിയിക്കാൻ തീരുമാനിക്കുന്നു. റേച്ചൽ മരിച്ച കാര്യം അയാൾ അറിഞ്ഞു എന്നും ചില ചോദ്യങ്ങൾ ചോദിക്കണമെന്നും കരുതി അവർ അയാളെ കാണാൻ പോകുന്നു. അയാൾ വലിയൊരു പണക്കാരനാണ്. വലിയൊരു ബംഗ്ലാവിലാണ് താമസം. അവിടെ ചെന്ന് വാതിലിൽ മുട്ടിയിട്ടും ആരും വരുന്നില്ല. അകത്താരുമില്ലെന്ന് തോന്നുന്നു. അവർ അവിടെ നിന്നും മടങ്ങാൻ തുടങ്ങുമ്പോൾ ജനലിലൂടെ ആരോ അവരെ നോക്കുന്നുണ്ട്. അതാരാണെന്ന് ഇപ്പോൾ വ്യക്തമല്ല. ഇതുകൂടാതെ മരിച്ച പെൺകുട്ടി ആരാണെന്ന് പുറത്തു പറയരുത് എന്ന് ജാക്ക് നായികയോട് പ്രത്യേകം പറഞ്ഞതാണ്. എന്നാൽ അവൾ ക്രൈം സ്പോട്ടിൽ ചെന്ന് ഒരു വാർത്ത പുറത്തുവിടുന്നു. കൊല്ലപ്പെട്ടത് റേച്ചൽ എന്ന പെൺകുട്ടിയാണെന്ന്. ഇത് ടിവിയിൽ കണ്ട് ജാക്കാകെ ഞെട്ടിപ്പോകുന്നു. നായിക ഈ വാർത്ത നൽകുമ്പോൾ അവളുടെ മനസ്സിലേക്കൊരു പഴയ ദൃശ്യം കടന്നുവരുന്നു. മരിച്ച റീച്ചിലും ജാക്കും ചേർന്ന് കാറിനുള്ളിൽ വെച്ച് ശാരീരിക ബന്ധത്തിലേർപ്പെടുന്നത് നായിക കണ്ട കാര്യമാണത് കാണിക്കുന്നത്. ഇതോടെ ഫസ്റ്റ് എപ്പിസോഡ് അവസാനിക്കുന്നു. സെക്കൻഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ ജാക്ക് നല്ല കലിപ്പിലാണ്. വാർത്ത പുറത്തുവിടണ്ട എന്ന് പറഞ്ഞിട്ടും അവൾ അത് ചെയ്തല്ലോ എന്ന ദേഷ്യത്തിൽ അയാൾ അവിടേക്ക് തിരിക്കുന്നു. ഈ സമയം നായിക വീട്ടിലിരുന്ന് തന്റെ സുഹൃത്തുക്കളുടെ സോഷ്യൽ മീഡിയ അക്കൗണ്ടുകൾ പരിശോധിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ജാക്ക് അവിടേക്ക് വരുന്നത്. അയാൾ വാതിലിൽ മുട്ടി അവളെ ചീത്ത വിളിക്കാൻ തുടങ്ങുന്നു. നിനക്കൊട്ടും വിവരമില്ലേ? പറയണ്ട എന്ന് ഞാൻ അത്രയധികം നിർബന്ധിച്ചു പറഞ്ഞിട്ടും നീ എന്തിനാണത് പുറത്തു പറഞ്ഞത് എന്നയാൾ ചോദിക്കുന്നു. അതുമാത്രമല്ല, നീ അത്ര നല്ലവളൊന്നുമല്ല, ക്യാമറാമാന്റെ കൂടെ കറങ്ങി നടക്കുകയല്ലേ എന്നയാൾ കുറ്റപ്പെടുത്തുമ്പോൾ നീ മാത്രം വലിയ യോഗ്യനാണോ എന്നവൾ തിരിച്ചു ചോദിക്കുന്നു. അതിനെന്തു മറുപടി നൽകണമെന്നറിയാതെ അയാൾ അവിടെ നിന്നും പോകുന്നു. അടുത്തതായി ഫോറൻസിക് ഡോക്ടർ വായയ്ക്കുള്ളിൽ നിന്നും ഇങ്ങനെയൊരു ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കണ്ടെത്തിയെന്ന് പറഞ്ഞ് അത് നൽകുമ്പോൾ ജാക്ക് അത് വലിയ കാര്യമാക്കുന്നില്ല. എന്റെ അനിയത്തിയുടെ കയ്യിലും ഇങ്ങനെയൊരു ബാൻഡുണ്ട്. ഈ ബാൻഡ് എല്ലാവരും സാധാരണയായി ഉപയോഗിക്കുന്ന ഒന്നാണ്. ഇത് വെച്ചൊന്നും കൊലയാളിയെ കണ്ടെത്താൻ കഴിയുമെന്ന് തോന്നുന്നില്ല എന്നയാൾ പറയുന്നു. ശരി, നിങ്ങളുടെ DNA സാമ്പിളും വേണമെന്ന് ഡോക്ടർ ആവശ്യപ്പെടുമ്പോൾ എന്തിനാണ് എന്റെ സാമ്പിൾ ചോദിക്കുന്നത് എന്ന് ജാക്ക് ചോദിക്കുന്നു. നിങ്ങളും ക്രൈം സ്പോട്ടിൽ പോയതല്ലേ? നിങ്ങളുടെ സാമ്പിൾ വേർതിരിച്ചെടുക്കണമെങ്കിൽ നിങ്ങളുടെ DNA സാമ്പിൾ വേണം. അത് നിർബന്ധമായും നൽകണം എന്ന് ഡോക്ടർ പറയുന്നു. ശരിയെന്ന് പറഞ്ഞ് ജാക്കും പ്രിയയും നേരെ റേച്ചലിന്റെ ഭർത്താവിനെ കാണാൻ പോകുന്നു. ഇന്ന് അയാൾ വീട്ടിലുണ്ട്. ഭാര്യയെ കാണാതായിട്ട് എന്തുകൊണ്ടാണ് നിങ്ങൾ പോലീസിൽ പരാതി നൽകാതിരുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ ആരുടെയെങ്കിലും കൂടെ കറങ്ങാൻ പോയിട്ടുണ്ടാകും, അതുകൊണ്ടാണ് ഞാൻ വിളിക്കാത്തത്, തിരയാതിരുന്നത് എന്നയാൾ പറയുന്നു. നിങ്ങളുടെ ഭാര്യയെക്കുറിച്ച് നിങ്ങൾ തന്നെ ഇങ്ങനെയാണോ പറയുന്നത് എന്ന് ചോദിക്കുമ്പോൾ അതെ, എനിക്കതിന് കഴിയില്ല. സത്യത്തിൽ അയാൾക്ക് ഹൃദയസംബന്ധമായ അസുഖമുണ്ട്. എനിക്കെന്റെ ഭാര്യയെ ശാരീരികമായി സന്തോഷിപ്പിക്കാൻ കഴിയില്ല. അതുകൊണ്ട് അവൾ ആരുടെയെങ്കിലും കൂടെ പോകും. ഞാനത് അനുവദിക്കുകയും ചെയ്യും. ഞങ്ങളൊരുതരം ഓപ്പൺ റിലേഷൻഷിപ്പിലായിരുന്നു. അവൾക്ക് ഒരുപാട് പേരുമായി ബന്ധമുണ്ടായിരുന്നു എന്ന് എനിക്ക് നന്നായി അറിയാം എന്നയാൾ പറയുന്നു. ഈ കൊലപാതകത്തെക്കുറിച്ച് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത് എന്ന് ചോദിക്കുമ്പോൾ അവൾ എൻ്റെ അടുത്ത് നിന്ന് ഒരുപാട് പണം ചോദിക്കുമായിരുന്നു, ഒരുപാട് ചെലവാക്കുമായിരുന്നു. ഞാനും ഭാര്യയല്ലേ എന്ന് കരുതി ചോദ്യങ്ങളൊന്നും ചോദിക്കാതെ പണം നൽകുമായിരുന്നു. എല്ലാവരും എന്നെപ്പോലെ ആകണമെന്നില്ലല്ലോ. വേറെ ആരുടെയെങ്കിലും കൂടെ പോയി എന്തെങ്കിലും പ്രശ്നമുണ്ടായിട്ടുണ്ടാകാം. അവനായിരിക്കാം ഇങ്ങനെ കൊലപ്പെടുത്തിയത് എന്നയാൾ പറയുന്നു. നിങ്ങളുടെ ഭാര്യ മരിച്ച സമയത്ത് നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ ഞാൻ വീട്ടിൽ തന്നെ ഉണ്ടായിരുന്നു. ക്യാമറയുണ്ട്, വേണമെങ്കിൽ പരിശോധിച്ചോളൂ എന്ന് പറഞ്ഞ് അയാളത് കാണിക്കുന്നു. ആദ്യം റീച്ചൽ പുറത്തേക്ക് പോകുമ്പോൾ ആരോടോ ഫോണിൽ സംസാരിച്ചുകൊണ്ടാണ് പോകുന്നത്. ഈ കാര്യം പ്രിയ ശ്രദ്ധിക്കുന്നുണ്ട്. അവൾ പോയി കുറച്ചു കഴിഞ്ഞ് അയാൾ നായയെയും കൊണ്ട് നടക്കാൻ പോകുന്നു. അന്ന് നല്ല മഴ പെയ്യുകയായിരുന്നു.
മഴയത്തെന്തിനാണ് നായയെ നടത്താൻ കൊണ്ടുപോയത് എന്ന് ചോദിക്കുമ്പോൾ പതിവായി ഞാൻ കൊണ്ടുപോകാറുണ്ട്. നായ വല്ലാതെ കുറച്ചതുകൊണ്ടാണ് കൊണ്ടുപോയത്, അല്ലാതെ വേറെയൊന്നുമില്ല എന്നയാൾ പറയുന്നു. ആ സമയത്ത് നിങ്ങൾ ധരിച്ചിരുന്ന ഷൂവും ഡ്രസ്സും ഞങ്ങൾക്ക് തെളിവായി വേണം, അത് പരിശോധിക്കണം എന്ന് പറഞ്ഞു ചോദിക്കുമ്പോൾ അതൊക്കെ ഞാൻ കഴുകി ഉണക്കാനിട്ടതാണ് എന്നയാൾ മറുപടി പറയുന്നു. അതെന്തിനാണ് കഴുകിയത് എന്ന് ചോദിക്കുമ്പോൾ റേച്ചൽ ഇങ്ങനെ മരിക്കുമെന്നോ നിങ്ങൾ എന്നെ അന്വേഷിച്ചു വരുമെന്നോ എനിക്ക് നേരത്തെ അറിയാമായിരുന്നോ, ഞാൻ വെറുതെ സാധാരണ പോലെ കഴുകിയിട്ടതാണ് എന്നയാൾ പറയുന്നു. ശരി, നിങ്ങളുടെ ഭാര്യയുടെ ഫോൺ എന്തു ചെയ്തു? അവർ അത് വീട്ടിൽ വെച്ചിട്ടാണോ പോയത് എന്ന് ചോദിക്കുമ്പോൾ ഫോൺ അവൾ കയ്യിൽ കരുതിയിരുന്നു. ഇതുവരെ ഞാൻ അവളെ ഒന്ന് കിട്ടാൻ കുറേ വിളിച്ചു നോക്കി. വിളിക്കുമ്പോൾ ഞാൻ റേച്ചലാണ്, ഇപ്പോൾ ഫോൺ എടുക്കാൻ കഴിയില്ല, വോയിസ് മെയിൽ അയയ്ക്കുക എന്ന് സെറ്റ് ചെയ്തു വെച്ച വോയിസ് മെസ്സേജ് മാത്രമാണ് കേൾക്കുന്നത്. ഞാൻ ഇടയ്ക്ക് വിളിച്ചു നോക്കുന്നുണ്ട്. ഇങ്ങനെ ആ ഫോണിലേക്ക് വിളിച്ച് സമയം കളഞ്ഞാൽ ചാർജ് മുഴുവൻ തീർന്ന് ഫോൺ ഓഫാകാൻ സാധ്യതയുണ്ട്. ഇനി അങ്ങനെ വിളിക്കരുത് എന്ന് പറഞ്ഞ് അന്വേഷണം അവസാനിപ്പിച്ച് അവരിറങ്ങുന്നു. പോകുന്നതിന് മുമ്പ് നിങ്ങൾക്ക് കൂടുതൽ എന്തെങ്കിലും ഓർമ്മയുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ എനിക്കൊന്നും അറിയില്ല. ആരുടെയെങ്കിലും കൂടെ പോയിട്ടുണ്ടാകും. അവനായിരിക്കാം കൊലയാളി, അല്ലാതെ ആരും വെറുതെ ഒരാളെ 40 തവണ കത്തികൊണ്ട് കൊലപ്പെടുത്തില്ലല്ലോ എന്നയാൾ പറയുന്നു. ഇത് കേട്ട് അവരാകെ ഞെട്ടിപ്പോകുന്നു. 40 തവണ കുത്തി എന്ന കാര്യം പുറത്താരോടും പറഞ്ഞിട്ടില്ലാത്തതാണ്. നിങ്ങൾക്കിതെങ്ങനെ അറിയാം എന്ന് ചോദിക്കുമ്പോൾ നിങ്ങളിവിടെ വരുന്നതിനു മുമ്പ് മറ്റൊരാൾ അന്വേഷിക്കാൻ വന്നിരുന്നു, അവരാണ് പറഞ്ഞത്. ശരി, ഞങ്ങൾ ചോദിച്ചതല്ലാതെ അവർ പ്രത്യേകിച്ചെന്തെങ്കിലും ചോദിച്ചോ? റേച്ചൽ പുറത്തുപോകുന്ന കാര്യം വേറെ ആർക്കെങ്കിലും അറിയാമോ എന്ന് ചോദിച്ചു. ഞാൻ ഹെലനെ അറിയാമെന്ന് പറഞ്ഞു. ഹെലൻ, ഹന്ന, റേച്ചൽ എന്നിവർ സുഹൃത്തുക്കളാണ്. ഇത് സംസാരിച്ചവർ പുറത്തേക്ക് പോകുന്നു. ഇപ്പോൾ നമ്മുടെ നായകനെ ഹെലനെ വിളിക്കണം. പ്രിയ അറിയാതെ വേണം വിളിക്കാൻ. അതുകൊണ്ട് നീ അകത്തൊക്കെ ഒന്ന് പോയി നോക്ക്, എന്തെങ്കിലും കണ്ടെത്താൻ കഴിയുമോ എന്ന്. ഇതും പറഞ്ഞ് അയാൾ ഹെലനെ വിളിക്കുന്നു. വിളിക്കുമ്പോൾ ഫോൺ ബിസിയാണ്. അവരാരോടോ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ആരോടാണ് സംസാരിക്കുന്നതെന്ന് വെച്ചാൽ ഈ റേച്ചലിന്റെ ഭർത്താവിനോടാണ്. ഞാൻ റേച്ചലിന്റെ മൊബൈലിലേക്ക് നിർത്താതെ വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. തീർച്ചയായും ഉടനെ തന്നെ ഫോൺ ഓഫാകും എന്നവർ സംസാരിക്കുന്നു. ഇവർ തമ്മിൽ എന്താണ് ബന്ധമെന്നും എന്തിനാണ് ആ ഫോൺ ഓഫാക്കാൻ നോക്കുന്നതെന്നും വ്യക്തമല്ല. അയാൾ ഹെലനോട് സംസാരിച്ചു കഴിഞ്ഞ് വീണ്ടും ഭാര്യയെ വിളിക്കുന്നു. നിർത്താതെ വിളിക്കുമ്പോൾ ഈ ഫോൺ എവിടെയാണ് ബെല്ലടിക്കുന്നതെന്ന് വെച്ചാൽ നായകന്റെ കാറിനുള്ളിലാണ്. ഒരു വശത്ത് വീണുകിടക്കുകയാണ് ഫോൺ. നായകൻ ഈ ഫോൺ എടുത്തു നോക്കുന്നു. വിളിക്കരുതെന്ന് പറഞ്ഞിട്ടും അയാൾ വീണ്ടും വീണ്ടും വിളിക്കുന്നല്ലോ എന്ന് ദേഷ്യപ്പെട്ട് അയാൾ ആ ഫോൺ പ്രിയ കാണാതെ ഒളിപ്പിച്ചു വെക്കുന്നു. ഇപ്പോൾ നായകനും പ്രിയയും കാറിൽ യാത്ര തിരിക്കുന്നു. കാറിൽ പോകുമ്പോൾ അവസാനം റേച്ചൽ ആരെയാണ് കണ്ടത്, ഏത് ബോയ്ഫ്രണ്ടിനെയാണ് കണ്ടത് എന്ന് നോക്കണം. ഒരുപക്ഷെ അവനായിരിക്കാം കൊലയാളി എന്ന് പ്രിയ പറയുന്നു. എന്നാൽ അങ്ങനെ വെറുതെ ആരെയും പറയാൻ കഴിയില്ല. തെളിവില്ലാതെ ആരെയും കുറ്റപ്പെടുത്തരുത്, നമുക്ക് അന്വേഷിച്ച് കണ്ടുപിടിക്കാം എന്നയാൾ പറയുന്നു. കാരണം മരിച്ച റീച്ചൽ നായകനെ അന്ന് രാത്രി വിളിച്ചിട്ടുണ്ടല്ലോ. അന്ന് നായകനുമായി എന്തൊക്കെയോ അവിടെ നടന്നിട്ടുണ്ട്. ശരി, നമുക്ക് ഹെലനെയെങ്കിലും പോയി കാണാം എന്ന് പ്രിയ പറയുമ്പോൾ വേണ്ടെന്ന് നായകൻ തടയുന്നു. ഹെലൻ എന്റെ അനിയത്തിയുടെ കൂട്ടുകാരിയാണ്, ഞാൻ തന്നെ വിളിച്ച് സംസാരിച്ചോളാം. എന്തെങ്കിലും അറിയാമെങ്കിൽ അവൾ തന്നെ വന്നു പറയും. ഇതെല്ലാം ഞാൻ നോക്കിക്കൊള്ളാം എന്നയാൾ പറയുന്നു. സത്യത്തിൽ അയാൾ ഈ കേസ് അന്വേഷിക്കുന്ന ലക്ഷണമില്ല. എങ്ങനെയെങ്കിലും ഇത് മൂടിവെക്കാനോ അവസാനിപ്പിക്കാനോ ആണ് നോക്കുന്നത്. പ്രിയ ഒന്നും അറിയാൻ പാടില്ല എന്ന വാശിയിലാണ് അയാൾ. ഇപ്പോൾ സീൻ കട്ടാകുന്നു. നമ്മുടെ നായികയെ കാണിക്കുന്നു. നായിക ഹെലൻ ജോലി ചെയ്യുന്ന സ്കൂളിലേക്ക് പോകുന്നു. ഇതേ സ്കൂളിലാണ് നായികയും ഹെലനും മരിച്ച റീച്ചലുമെല്ലാം പഠിച്ചത്. പഴയ കാര്യങ്ങൾ അവൾ ഓർക്കുന്നു. നായികയുടെ അമ്മ റീച്ചലിന്റെ വീട്ടിൽ ജോലിക്കാരിയായിരുന്നു. അങ്ങനെയാണ് ഇവർ 3 പേരും സുഹൃത്തുക്കളായത്. ആ ഓർമ്മകളെല്ലാം അവളുടെ മനസ്സിലേക്ക് കടന്നുവരുന്നു. അതിനുശേഷം നായിക ഹെലനെ കാണുന്നു. അവസാനം റീച്ചൽ ആരെയാണ് കാണാൻ പോയത്? എനിക്കൊരു സംശയമുണ്ട്. നീ അത് ഉറപ്പിച്ചു തന്നാലേ എനിക്കത് വാർത്തയാക്കാൻ കഴിയൂ. നിനക്കറിയാമെന്നെനിക്കറിയാം, ദയവായി പറയൂ എന്ന് നായിക ചോദിക്കുന്നു. എന്നാൽ തനിക്കറിയില്ലെന്ന് ഹെലൻ പറയുന്നു. എന്നോട് മാത്രം ഒളിക്കുകയാണോ, അതോ പോലീസ് വന്ന് ചോദിച്ചാലും ഇതേ മറുപടി തന്നെയാണോ പറയുക എന്ന് ചോദിക്കുമ്പോൾ, പോലീസോ? എന്നെ അന്വേഷിച്ചാരും വന്നില്ലല്ലോ, നമുക്ക് വേണമെങ്കിൽ ജാക്കിനെ വിളിച്ചു നോക്കണോ എന്ന് ഹെലൻ ചോദിക്കുന്നു. ഉടനെ നായിക അവിടെ നിന്നും ഇറങ്ങുന്നു. അപ്പോൾ ഹെലൻ പറയുന്നു, 20 വർഷം മുമ്പ് നടന്ന കാര്യം മറഞ്ഞുപോകും, കുഴിച്ചുമൂടപ്പെടുമെന്ന് കരുതിയോ? ആ രഹസ്യം നീയും ഞാനും കൂടാതെ മറ്റു 3 പേർക്ക് കൂടി അറിയാം. മൊത്തം 5 പേർക്ക് ആ രഹസ്യം അറിയാം എന്ന്. എന്നാൽ ഇത് കാര്യമാക്കാതെ നായിക അവിടെ നിന്നും പോകുന്നു. എന്താണ് ആ രഹസ്യം എന്നിപ്പോൾ കാണിക്കുന്നില്ല. ഇതേ സമയം നായകനും പ്രിയയും ഓഫീസിലെത്തുന്നു. വരുമ്പോൾ തന്നെ നായകൻ പ്രിയയോട് പറയുന്നു, റീച്ചലിന്റെ ഭർത്താവിന്റെ ഫോൺ ട്രാക്ക് ചെയ്യൂ. അവൻ ആരോടൊക്കെയാണ് സംസാരിക്കുന്നത് എന്നറിയണം. നമ്മൾ മുന്നറിയിപ്പ് നൽകിയിട്ടും റീച്ചലിനെ വീണ്ടും വിളിക്കുന്നുണ്ടോ എന്ന് പരിശോധിക്കണം. ഫോൺ ഓഫാകാൻ സാധ്യതയുണ്ടെന്ന് പറഞ്ഞിട്ടും അവൻ പിന്നെയും വിളിക്കുന്നുണ്ടോ എന്ന് നോക്കണം.
എന്തിനാണത് ഇത്ര കൃത്യമായി നോക്കുന്നത് എന്ന് പ്രിയ ചോദിക്കുമ്പോൾ നമ്മൾ വ്യക്തമായി പറഞ്ഞതാണ് ഇനി ഭാര്യയുടെ ഫോണിലേക്ക് വിളിക്കരുത് എന്ന്. വിളിച്ചുകൊണ്ടിരുന്നാൽ ഫോൺ ഓഫാകും, അത് കണ്ടെത്താൻ കഴിയില്ല. അതൊക്കെ അറിഞ്ഞിട്ടും അവൻ വിളിക്കുന്നുണ്ടെങ്കിൽ അവൻ എന്തോ ഒളിക്കാൻ ശ്രമിക്കുകയാണ് എന്ന് ജാക്ക് പറയുന്നു. അതുകൊണ്ട് നീ അത് നന്നായി ശ്രദ്ധിക്കൂ എന്ന് പറഞ്ഞ് അയാൾ ഉള്ളിൽ പോയിരുന്ന് റീച്ചലിന്റെ ആ ഫോൺ അൺലോക്ക് ചെയ്യാൻ ശ്രമിക്കുന്നു. പ്രിയയ്ക്കിപ്പോൾ ഏകദേശം മനസ്സിലായി ഈ ആൾ എന്തോ ഒളിക്കുന്നുണ്ടെന്ന്. അപ്പോഴാണ് ഫോറൻസിക്കിൽ നിന്ന് കോൾ വരുന്നത്. ജാക്കിന്റെ DNA സാമ്പിൾ വേണമെന്ന്. ശരി, ഞാൻ തന്നെ അത് കൊണ്ടുപോയി നൽകാം എന്ന് പറഞ്ഞ് നായകൻ വീട്ടിലേക്ക് പോകുന്നു. അവിടെ സഹോദരിയുടെ മകൾ മാത്രമേ ഉള്ളൂ. സഹോദരി മിക്കവാറും വീട്ടിലുണ്ടാവില്ല, ജോലിയിലോ മറ്റോ ആയിരിക്കും. ആ ചെറിയ കുട്ടിയോട് എന്തോ കളി കാണിച്ച് ആ കുട്ടിയുടെ DNA സാമ്പിൾ അയാൾ ശേഖരിക്കുന്നു. ഇപ്പോൾ സീൻ കട്ടാകുന്നു. നായിക പോയി അമ്മയെ കാണുന്നു. അമ്മയ്ക്ക് ഒട്ടും വയ്യല്ലോ, ഞാൻ ആശുപത്രിയിൽ കൊണ്ടുപോകാമെന്ന് പറയുമ്പോൾ അവർ വേണ്ടെന്ന് പറയുന്നു. അന്നതെല്ലാം നടന്നു കഴിഞ്ഞപ്പോൾ ഞാൻ നിനക്കാണ് ആദ്യം കോൾ ചെയ്തത്. നിന്നോട് സംസാരിക്കാൻ ശ്രമിച്ചു. പക്ഷെ നീ ഫോൺ എടുത്തതുമില്ല, നിന്നെ കാണാനുമില്ലായിരുന്നു. നീ എവിടെ പോയതാണ് എന്ന് അമ്മ ചോദിക്കുന്നു. നായിക അത് വിട്ട് അമ്മ ആശുപത്രിയിൽ പോകുന്നതിനെക്കുറിച്ച് ചോദിക്കുന്നു. അമ്മയുടെ ഓർമ്മക്കുറവ് അത്രയധികം വർദ്ധിച്ചിരിക്കുകയാണ്. മുട്ടത്തോട് പോലും കളയാതെയാണ് അവർ പാചകം ചെയ്തിരിക്കുന്നത്. ഇത് കാണുമ്പോൾ നായികയ്ക്ക് സങ്കടം തോന്നുന്നു. ഇതേ സമയം ഓഫീസിൽ നിന്ന് കോൾ വരുന്നു. നായികയ്ക്ക് പകരമായി വന്ന ആ പെൺകുട്ടി ലെക്സിയില്ലേ, അവളിന്ന് ഫോൺ എടുക്കുന്നില്ല. അവൾ എവിടെ പോയി എന്ന് ആർക്കും അറിയില്ല. നീ ഉടനെ വരണം, ഇന്ന് അവൾക്ക് പകരം നീയാണ് വാർത്തകൾ വായിക്കേണ്ടത് എന്ന് ബോസ് പറയുന്നു. അത് കേട്ട് സന്തോഷത്തോടെ അവൾ ഇറങ്ങുന്നു. ഇപ്പോൾ വേറൊരു സീനിൽ നായകൻ ഫോറൻസിക്കിലെത്തുന്നു. തന്റെ DNA സാമ്പിളിന് പകരം സഹോദരിയുടെ മകളുടെ സാമ്പിളാണ് അയാൾ നൽകുന്നത്. പിന്നെ എന്റെ വെഡ്ഡിംഗ് റിംഗ് കാണുന്നില്ല, കഴിഞ്ഞ തവണ ഇവിടെ വന്നപ്പോൾ എവിടെയോ മിസ്സായി എന്ന് തോന്നുന്നു. ഉള്ളിൽ പോയി ഒന്ന് നോക്കട്ടെ എന്നവിടെയുള്ള ജീവനക്കാരനോട് ചോദിക്കുന്നു. അയാൾ ലോക്ക് തുറന്നു കൊടുക്കുന്നു. നായകൻ ഉള്ളിൽ പോയി തിരയുന്നതുപോലെ അഭിനയിച്ച് റേച്ചലിന്റെ മൃതദേഹത്തിന്റെ കണ്ണ് തുറന്നു പിടിച്ച് അവൻ ഫോൺ അൺലോക്ക് ചെയ്യുന്നു. എന്നിട്ട് അതിലെ മെസ്സേജുകൾ പരിശോധിക്കുന്നു. ഹെലനും റേച്ചലും നായകനെക്കുറിച്ച് അതിൽ സംസാരിച്ചിട്ടുണ്ട്. എന്താണ് സംസാരിച്ചത് എന്ന് വ്യക്തമല്ലെങ്കിലും അയാൾ ആകെ ഞെട്ടിപ്പോകുന്നു. ഇതേസമയം പ്രിയ ഒരു കാര്യം കണ്ടെത്തുന്നു. റേച്ചലിന്റെ ഭർത്താവ് നമ്മൾ പറഞ്ഞിട്ടും കേൾക്കാതെ റേച്ചലിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അതൊരു പ്രത്യേക രീതിയിലുള്ള പാറ്റേണിലുള്ള വിളിയാണ്. വിളിക്കുന്നു, കട്ട് ചെയ്യുന്നു, വീണ്ടും വിളിക്കുന്നു. എങ്ങനെയും ആ ഫോണിലെ ചാർജ് തീർത്ത് ഫോൺ സ്വിച്ച് ഓഫ് ആക്കാനാണ് അയാൾ ശ്രമിക്കുന്നത് എന്ന് പ്രിയ കണ്ടെത്തുന്നു. ഇതോടെ സെക്കൻഡ് എപ്പിസോഡ് ഇവിടെ കഴിയുന്നു. തേർഡ് എപ്പിസോഡിന്റെ തുടക്കത്തിൽ അന്നയും ഹെലനും കുട്ടികളായിരുന്ന കാലം കാണിക്കുന്നു. അന്ന് റേച്ചൽ അന്നയോട് കാഥറിനെ വിളിച്ചുകൊണ്ടുവരാൻ പറയുന്നു. കാഥറിൻ കുറച്ച് തടിച്ച കുട്ടിയാണ്. അവളെ കളിയാക്കാൻ വേണ്ടിയാണ് വിളിക്കുന്നത്. ഈ ജ്യൂസ് കുടിക്കൂ എന്ന് പറഞ്ഞ് നൽകുമ്പോൾ അത് കുടിച്ച പെൺകുട്ടിയുടെ മുഖഭാവം മാറുന്നു. കാരണം ആ ജ്യൂസിൽ മൂത്രം കലർത്തിയിരുന്നു. കാഥറിൻ ജ്യൂസ് കുടിച്ചു കഴിഞ്ഞ് അന്നയെ ദേഷ്യത്തോടെ നോക്കുന്നു. കാരണം അന്നയാണല്ലോ അവളെ വിളിച്ചുകൊണ്ടുവന്നത്. ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നായിക വാർത്ത വായിക്കാൻ തയ്യാറെടുക്കുന്നു. തന്റെ പഴയ ജോലി തിരികെ കിട്ടാൻ പോകുന്നതിന്റെ ആവേശത്തിലാണവൾ. ഇതേസമയം നായകൻ വീട്ടിലെത്തി റേച്ചലിന്റെ ഫോണിലെ വീഡിയോകൾ പരിശോധിക്കുന്നു. അതിലൊരു വീഡിയോ കണ്ട് അയാൾ അമ്പരന്ന് നിൽക്കുന്നു. ഹെലനും റേച്ചലും പിന്നെ റേച്ചലിന്റെ ഭർത്താവും ചേർന്ന് ഒരു മോശമായ ശാരീരിക ബന്ധത്തിലേർപ്പെടുന്ന വീഡിയോ കണ്ട് അയാൾ അമ്പരന്ന് നിൽക്കുന്നു. ഈ സമയം നായകന്റെ സഹോദരിയുടെ മകൾ റൂമിനുള്ളിലേക്ക് ഓടിവരാണു. അയാൾ ഫോൺ ഓഫ് ചെയ്തു വെച്ച് അവളോട് സംസാരിക്കുമ്പോൾ സഹോദരിയും അവിടേക്ക് വരുന്നു. മകളോട് മാറി നിൽക്കാൻ പറഞ്ഞിട്ട് അവൾ ചോദിക്കുന്നു, എന്താണ് നടക്കുന്നത്? റേച്ചൽ കൊല്ലപ്പെട്ടെന്നറിഞ്ഞു. നിനക്കും റേച്ചലും തമ്മിൽ റിലേഷൻ ഉണ്ടെന്ന് എനിക്ക് നന്നായി അറിയാം. നീയാണോ ആ പെൺകുട്ടിയെ കൊല്ലപ്പെടുത്തിയത് എന്ന് ചോദിക്കുമ്പോൾ, എടി ദുഷ്ടേ, ഞാൻ നിന്റെ ചേട്ടനല്ലേ, ഞാൻ എന്തിനാണ് അവളെ കൊല്ലുന്നത്? അപ്പോൾ അവൾ പറയാണ്, റേച്ചൽ ഉപയോഗിക്കുന്ന പെർഫ്യൂമിന് ഒരു പ്രത്യേക മണമാണ്. അന്ന് നീ വീട്ടിൽ വന്നപ്പോഴും നിന്റെ ശരീരത്തിലും അതേ മണമുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചപ്പോൾ നീ അത് കാര്യമാക്കാതെ പോയി. ഇപ്പോഴെങ്കിലും നീ സത്യം പറ, നീ റേച്ചലിനെ കണ്ടോ? ആ അതെ, ആ രാത്രി ഞാൻ റേച്ചലിനെ കണ്ടു. അവൾ മരിക്കുന്നതിന് തൊട്ടുമുമ്പ് കണ്ടത് ഞാനാണ്. പക്ഷെ ഞാൻ കൊലപാതകമൊന്നും ചെയ്തിട്ടില്ല. നിന്നെ നീ വിശ്വസിക്കേ. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് പ്രിയയെ കാണിക്കുന്നു. പ്രിയ തന്റെയും റേച്ചലിന്റെ ഭർത്താവിന്റെയും DNA സാമ്പിളുകൾ അവിടെ നൽകുന്നു. അപ്പോൾ അവിടുത്തെ ജീവനക്കാരൻ ചോദിക്കുകയാണ്, നിന്റെ ബോസ് ജാക്ക് വന്നിരുന്നു, വെഡ്ഡിംഗ് റിംഗ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് ഇവിടെ തെരഞ്ഞല്ലോ, അത് കിട്ടിയോ എന്ന്. ജാക്കിന്റെ വെഡ്ഡിംഗ് റിംഗ് നഷ്ടപ്പെട്ടെന്നോ? അതിനവൻ വിവാഹമോതിരം ധരിക്കുന്നത് ഞാൻ ഇന്നുവരെ കണ്ടിട്ടില്ലല്ലോ എന്ന് പ്രിയ മറുപടി നൽകുന്നു. മറുവശത്ത് നായികയെ കാണിക്കുന്നു. നായിക വാർത്ത വായിക്കാൻ തയ്യാറായിരിക്കുകയാണ്. ഷോ തുടങ്ങാൻ 1 മിനിറ്റ് ബാക്കിയുള്ളപ്പോൾ ലെക്സി വരുന്നു. അവൾ നല്ലപോലെ ഒരുങ്ങിയാണ് വന്നിരിക്കുന്നത്. ക്ഷമിക്കണം, ഒരു ഇമ്പോർട്ടൻ്റ് ആയ കാര്യത്തിൽ പെട്ടുപോയി. എൻ്റെ സിസ്റ്റർ ഇൻ ലോയുടെ നാനി അവസാന നിമിഷം വരില്ല എന്ന് പറഞ്ഞു. അതുകൊണ്ട് ആ കുട്ടിയെ എനിക്ക് നോക്കേണ്ടി വന്നു. ക്ഷമിക്കണം എന്നവൾ പറയുന്നു.
ലെക്സി വന്ന് സംസാരിച്ചാലേ TRP കൂടൂ എന്ന് കരുതി ബോസ് അവളോട് വാർത്ത വായിക്കാൻ പറയുന്നു. ഇത് നായികയ്ക്ക് ഭയങ്കര ദേഷ്യമുണ്ടാക്കുന്നു. ആ ദേഷ്യത്തിൽ അവൾ അവിടെ നിന്ന് ഇറങ്ങിപ്പോകുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്താൽ നായകൻ എങ്ങോട്ടോ കാറിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ പ്രിയ വിളിക്കുന്നു. ഞാൻ പരിശോധിച്ചു നോക്കി. റേച്ചലിന്റെ ഭർത്താവ് നമ്മൾ അത്രയും പറഞ്ഞിട്ടും റേച്ചലിന്റെ ഫോണിലേക്ക് വിളിച്ചുകൊണ്ടേയിരിക്കുകയാണ്. ആ ഫോണിൽ അയാൾക്ക് ബന്ധമുള്ള എന്തോ ഒരു കാര്യമുണ്ട്. അത് മറ്റാരുടെയും കൈകളിൽ കിട്ടാതിരിക്കാൻ വേണ്ടിയാണ് അയാൾ ഫോൺ ഓഫാക്കാൻ നോക്കുന്നത്. അതുമാത്രമല്ല, അയാൾ ഹെലനെയും വിളിക്കുന്നുണ്ട്. എന്തോ കുഴപ്പമുണ്ടെന്ന് തോന്നുന്നു. ശരി, നമുക്ക് റേച്ചലിന്റെ ഭർത്താവിനെയും ഹെലനെയും പ്രധാന പ്രതികളായി കരുതാം എന്ന് ജാക്ക് പറയുമ്പോൾ പ്രിയ ഒരു സംശയം ഉന്നയിക്കുന്നു. അന്ന് ക്രൈം സ്പോട്ടിൽ കണ്ട കാൽപ്പാടുകൾ ടിംബർലാൻഡ് ബൂട്ടിൻ്റേതാണ്. ആ ബൂട്ട് റേച്ചലിന്റെ ഭർത്താവ് ഉപയോഗിക്കുന്നതല്ല. നമുക്ക് കിട്ടിയത് 11 നമ്പർ സൈസാണ്. എന്നാൽ അയാളുടെ ഷൂ സൈസ് 10 അപ്പോൾ ജാക്ക് പറയുന്നു, അതൊന്നും ഇപ്പോൾ പ്രധാനമല്ല. ഞാൻ പറയുന്നത് മാത്രം ചെയ്യൂ. അവരെ മാത്രം ശ്രദ്ധിക്കൂ, ട്രാക്ക് ചെയ്യൂ. അപ്പോൾ പ്രിയ ചോദിക്കുന്നു, ശരി, വെഡ്ഡിംഗ് റിംഗ് നഷ്ടപ്പെട്ടെന്ന് പറഞ്ഞ് നിങ്ങൾ ഫോറൻസിക്കിൽ തിരഞ്ഞല്ലോ. നിങ്ങൾ മോതിരം ധരിക്കാറില്ലല്ലോ, പിന്നെങ്ങനെ അത് നഷ്ടപ്പെട്ടു എന്ന്? ഞാൻ ഇടയ്ക്ക് ധരിക്കാറുണ്ട്. ഇന്നെനിക്കത് ഇടണമെന്ന് തോന്നി, അതെവിടെയോ നഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് ജാക്ക് ഫോൺ കട്ട് ചെയ്യുന്നു. പ്രിയയ്ക്കത് വിശ്വസിക്കാൻ കഴിയുന്നില്ല. കണ്ടിട്ട് ഇയാൾക്കും ഇതിൽ പങ്കുണ്ടോ എന്ന് പ്രിയ സംശയിക്കാൻ തുടങ്ങുന്നു. ഇപ്പോൾ അവിടെ സീൻ കട്ടാകുന്നു. പ്രിയ റേച്ചലിന്റെ ഭർത്താവിനെ പിന്തുടരുകയാണ്. പിന്തുടരുന്നതിനിടയിൽ അയാൾ ഒരു കബറിനുള്ളിൽ എന്തോ പൊതിഞ്ഞു കൊണ്ടുപോയി ചപ്പുചവറുകളിലിടുന്നത് അവൾ കാണുന്നു. അയാൾ പോയതിനുശേഷം രാത്രിയിൽ വന്ന് ചപ്പുചവറുകളിലിടാൻ മാത്രം എന്താണുള്ളതെന്ന് നോക്കാൻ പ്രിയ ആ ബാഗ് തുറന്നു പരിശോധിക്കുന്നു. ഉള്ളിൽ കണ്ടത് ഭയാനകമായ ഒരു മാസ്കാണ്. ഈ മാസ്ക് എന്തിനാണ് അയാൾ ഇവിടെ കൊണ്ടുപോയി ഇട്ടതെന്ന് അവൾക്ക് മനസ്സിലാവുന്നില്ല. ഈ വശത്ത് നമ്മുടെ നായകൻ ഹെലനെ കാണാൻ ശ്രമിക്കുകയാണ്. വീട്ടിൽ ചെന്നപ്പോൾ അവിടെ കാണാനില്ല. സ്കൂളിൽ ചെന്നപ്പോൾ പ്രധാന വാതിൽ പൂട്ടിയ നിലയിലാണ്. ഹെലൻ ഉള്ളിൽ തന്നെയുണ്ട്. നായകൻ വാതിലിൽ മുട്ടുന്നു. അയാൾ വന്നിട്ടുണ്ടെന്ന് അവൾ കാണുന്നുണ്ടെങ്കിലും വാതിൽ തുറക്കുന്നില്ല. അതിനുശേഷം നായകൻ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോകുന്നു. അവിടെ നിന്ന് ചില സാധനങ്ങൾ വാങ്ങുന്നു. അതേ സ്ഥലത്ത് റിച്ചാർഡും വന്നിട്ടുണ്ട്. റിച്ചാർഡ് നായകനെ വെറുതെ ദേഷ്യം പിടിപ്പിക്കാനായി കോണ്ടമൊക്കെ വാങ്ങിയിട്ട് പോകുന്നു. നായകൻ സാധനങ്ങളുമായി ക്രൈം സ്പോട്ടിലേക്ക് പോകുന്നു. അവിടെ എന്തെങ്കിലും തെളിവ് കിട്ടുമോ എന്ന് നോക്കുമ്പോൾ റേച്ചലും നായകനും പണ്ട് ഇവിടെ വെച്ചാണല്ലോ റൊമാൻസ് ചെയ്തത് എന്ന കാര്യം അയാളുടെ ഓർമ്മയിലേക്ക് വരുന്നു. ആ സ്ഥലത്തിനടുത്തായി ഒരു സെമിത്തേരിയുമുണ്ട്. നായകൻ ആ സെമിത്തേരി നോക്കി നിൽക്കുമ്പോൾ ആരോ തോക്കുമായി അവിടേക്ക് വരുന്നു. താനൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെന്നും കേസിന്റെ കാര്യത്തിനായി വന്നതാണെന്നും നായകൻ പറയുന്നു. നോക്കുമ്പോൾ അത് നായകന് അറിയാവുന്ന ഒരാളാണ്. അവിടുത്തെ കോച്ചാണ്. ഈ സെമിത്തേരി സംരക്ഷിക്കുന്നത് ഇയാളാണത്രേ. മദ്യപിച്ചെത്തുന്നവർ അവിടുത്തെ കല്ലറകൾ തകർക്കുന്നതുകൊണ്ട് രാത്രി മുഴുവൻ ഇവിടെ കാവലിരിക്കേണ്ടി വരുന്നു എന്നാണ് അയാൾ പറയുന്നത്. അതുമാത്രമല്ല, ഇപ്പോൾ തന്റെ മകൻ അവിടെ ക്യാമറയും ഫിക്സ് ചെയ്തിട്ടുണ്ടെന്ന് അയാൾ പറയുന്നു. എത്ര കാലമായി ഈ ക്യാമറ പ്രവർത്തിക്കുന്നുണ്ടെന്ന് ചോദിക്കുമ്പോൾ 1-2 മാസമായി എല്ലാം റെക്കോർഡ് ചെയ്യുന്നുണ്ടെന്ന് അയാൾ മറുപടി പറയുന്നു. നായകൻ ആ ദൃശ്യങ്ങൾ പരിശോധിക്കാൻ തീരുമാനിക്കുന്നു. റേച്ചൽ കൊല്ലപ്പെട്ട ദിവസത്തെ ദൃശ്യങ്ങൾ അയാൾ നോക്കുന്നു. ഈ ക്യാമറ ചലനം തിരിച്ചറിഞ്ഞാൽ മാത്രം മോഷൻ ഡിറ്റക്റ്റ് ചെയ്യുന്ന ഒന്നാണ്. അന്ന് ഡിസംബർ 2-ാം തീയതി ശക്തമായ മഴ പെയ്യുകയായിരുന്നു. അന്ന് ആ സെമിത്തേരിയിലേക്ക് ആരോ വരുന്നുണ്ട്. ഒരു പ്രത്യേക കല്ലറ നോക്കി അവർ അവിടെ നിന്ന് പോകുന്നു. റെയിൻകോട്ട് ധരിച്ചതുകൊണ്ട് വന്നതാരാണെന്ന് വ്യക്തമാകുന്നില്ല. അതാരുടെ കല്ലറയാണെന്ന് നായകൻ പോയി നോക്കുമ്പോൾ നായകനും നായികയ്ക്കും ജനിച്ച ഒരു കുഞ്ഞു മരിച്ചിരുന്നു. ആ കുഞ്ഞിന്റെ കല്ലറയായിരുന്നു അത്. ആ കുഞ്ഞിവിടെയാണ് അടക്കം ചെയ്തിരിക്കുന്നത്. കുഞ്ഞിന്റെ കല്ലറ കാണാനാണ് ആരോ വന്നിരിക്കുന്നത്. ആ കുഞ്ഞു മരിച്ചതും ഒരു ഡിസംബർ 2-ാം തീയതിയായിരുന്നു. ആ ദിവസം തന്നെ ആരോ അവിടെ വന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ ഭാര്യ അന്ന തന്നെയായിരിക്കുമെന്ന് നായകൻ ഉറപ്പിക്കുന്നു. ഈ വശത്ത് നായിക ഒരു പഴയ കാര്യം ഓർക്കുന്നു. നായകനും നായികയ്ക്കും ജോലിക്ക് പോകണമെന്നുണ്ട്. അന്ന് കുഞ്ഞിന് സുഖമില്ലാത്തതുപോലെ തോന്നുന്നു. കുഞ്ഞ് കരയുന്നു. വിശന്നിട്ടായിരിക്കുമെന്ന് കരുതി നായിക കുഞ്ഞിനെ തന്റെ അമ്മയുടമയിൽ ഏൽപ്പിച്ച് ജോലിക്ക് പോകുന്നു. ഈ കാര്യങ്ങൾ ഓർത്തുകൊണ്ട് നായിക റിച്ചാർഡിനെ കാണാൻ ഒരു ഹോട്ടലിൽ പോകുന്നു. അവർ തമ്മിൽ സംസാരിക്കുന്നു. എന്റെ ഭാര്യ ലെക്സി നിന്നെ വാർത്ത വായിക്കുന്നതിൽ തടഞ്ഞതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു എന്ന് റിച്ചാർഡ് പറയുന്നു. സാരമില്ല, അവളുടെ സിസ്റ്റർ ഇൻ ലോയുടെ കുഞ്ഞിനെ നോക്കേണ്ടി വന്നതുകൊണ്ടല്ലേ അവൾ വൈകിയത് എന്ന് നായിക പറയുമ്പോൾ എന്റെ ഭാര്യയ്ക്ക് സിസ്റ്റർ ഇൻ ലോ ഇല്ലല്ലോ എന്ന് റിച്ചാർഡ് പറയുന്നു. ഇത് കേട്ട് നായികയ്ക്ക് ഒന്നും മനസ്സിലാവുന്നില്ല. എല്ലാവരും എന്തിനാണിങ്ങനെ ചെയ്യുന്നത്? താൻ ആർക്കും ഒരു ദോഷവും ചെയ്തിട്ടില്ലല്ലോ, പിന്നെ എന്തിനാണ് എല്ലാവരും ചേർന്ന് തന്നെ ചതിക്കുന്നത് എന്നോർത്ത് അവൾക്ക് ദേഷ്യം വരുന്നു. ഇതേസമയം നമ്മുടെ നായകൻ നായികയുടെ അമ്മയെ പോയി കാണുന്നു. ഇത്തവണയും അവർ പെട്ടെന്ന് എല്ലാം മറന്നു വസ്ത്രം പോലും ധരിക്കാതെ റോഡിലിറങ്ങി നടന്നപ്പോൾ വിവരമറിഞ്ഞ് നായകൻ അവരെ രക്ഷിച്ച് വീട്ടിലെത്തിക്കുന്നു. എന്തിനാണ് നിങ്ങളിങ്ങനെ ചെയ്യുന്നത്? ശരിയായി ചികിത്സയെടുക്കൂ, നമുക്ക് ആശുപത്രിയിൽ പോകാം എന്ന് നായകൻ പറയുമ്പോൾ ആശുപത്രിയിൽ പോകാൻ അവർ തയ്യാറാവുന്നില്ല. നിങ്ങൾ നടു റോഡിലൂടെ നടന്നു പോകുമ്പോൾ വല്ല വണ്ടിയും വന്ന് ഇടിച്ചാൽ എന്തു ചെയ്യും
എന്ന് ചോദിക്കുമ്പോൾ സാരമില്ല മോനെ, അങ്ങനെ മരിക്കട്ടെ. കാരണം ഓരോ ദിവസവും ഞാൻ എന്താണ് ചെയ്യുന്നതെന്ന് എനിക്ക് ഓർമ്മയുണ്ടാകില്ല. ചില നേരങ്ങളിൽ ഞാൻ ആരാണെന്ന് പോലും മറന്ന് ഒരു ജഡത്തെപ്പോലെയാണ് ഞാൻ കഴിയുന്നത്. അതിലും നല്ലത് മരിക്കുന്നത് തന്നെയാണ് എന്നവർ സങ്കടത്തോടെ പറയുന്നു. ശരി, നീയും എൻ്റെ മകളും തമ്മിൽ ഇപ്പോഴും വഴക്കാണോ? നീ അവളോട് സംസാരിക്കാൻ ശ്രമിച്ചില്ലേ എന്നവർ ചോദിക്കുന്നു. സത്യത്തിൽ എനിക്കിപ്പോഴും നിങ്ങളുടെ മകളെ വലിയ ഇഷ്ടമാണ്. ഞാൻ അവളെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട്. എങ്കിലും ഇനി ഞങ്ങൾ തമ്മിൽ സംസാരിക്കാനൊന്നുമില്ല എന്ന് നായകൻ മറുപടി പറയുന്നു. അങ്ങനെയല്ല, നീ ഒരു തവണയെങ്കിലും സംസാരിച്ചു നോക്കൂ. ചിലപ്പോൾ നിങ്ങൾക്കിടയിലുള്ള പ്രശ്നങ്ങളെല്ലാം മാറാൻ സാധ്യതയുണ്ട് എന്ന് അമ്മ പറയുമ്പോൾ നായകനും വിഷമം തോന്നുന്നു. ശരിയെന്ന് കരുതി നമുക്കൊന്ന് കാണാൻ പറ്റുമോ, ഒന്ന് സംസാരിക്കണം എന്ന് പറഞ്ഞ് അയാളൊരു മെസ്സേജ് അയക്കുന്നു. ഇപ്പോൾ സീൻ കട്ടാകുന്നു. അടുത്ത ദിവസം രാവിലെ മറ്റൊരു മൃതദേഹം കണ്ടെത്തിയെന്ന് പറഞ്ഞ് കോൾ വരുന്നു. അത് ഹെലനായിരുന്നു. നായകൻ സംഭവസ്ഥലത്തെത്തുമ്പോൾ ഹെലൻ മരിച്ചു കിടക്കുകയാണ്. എന്നാൽ നായകൻ വരുന്നതിനു മുൻപ് തന്നെ നായിക അവിടെ എത്തിയിട്ടുണ്ട്. കണ്ടോ, ഞാൻ നിനക്ക് മുൻപേ ഇവിടെ എത്തിയെന്ന ഭാവത്തിലാണ് അവൾ നായകനെ നോക്കുന്നത്. ഇതോടെ 3-ാം എപ്പിസോഡ് കഴിയുന്നു. 4th എപ്പിസോഡിന്റെ തുടക്കത്തിൽ നായകൻ സംഭവസ്ഥലത്തെത്തി പരിശോധിക്കുന്നു. പ്രിയ മൃതദേഹം പരിശോധിക്കുകയാണ്. എന്താണ് സംഭവിച്ചതെന്ന് ചോദിക്കുമ്പോൾ നായികയാണ് ആദ്യം മൃതദേഹം കണ്ടതെന്ന് പ്രിയ പറയുന്നു. എന്തോ കാര്യം സംസാരിക്കാനുണ്ടെന്ന് പറഞ്ഞ് ഹെലൻ നായികയെ വിളിച്ചിരുന്നു. അങ്ങനെ നായിക വന്നു നോക്കിയപ്പോൾ അവൾ മരിച്ചു കിടക്കുകയായിരുന്നു. അതിനുശേഷമാണ് പോലീസിനെ വിവരമറിയിച്ചത്. നായകൻ നായികയോട് ചോദിക്കുന്നു, നിനക്ക് എങ്ങനെയാണ് മൃതദേഹം കാണാൻ കഴിഞ്ഞത്? നീ എങ്ങനെയാണ് കൃത്യസമയത്ത് ഇവിടെ എത്തിയത്? അവൾ തന്നെയാണ് എന്നെ വിളിച്ചത്. രാവിലെ വന്ന് തന്നെ കാണണമെന്നും ഒരു പ്രധാന കാര്യം സംസാരിക്കണമെന്നും അവൾ പറഞ്ഞു. ഞാൻ വന്നു നോക്കിയപ്പോൾ അവൾ മരിച്ചു കിടക്കുകയായിരുന്നു. അത് കണ്ട് ഞാൻ ഞെട്ടിപ്പോയി. ഉടനെ എൻ്റെ ക്യാമറാമാനെയും ബോസിനെയും വിളിച്ച് ഇവിടത്തെ കാര്യങ്ങളെല്ലാം റെക്കോർഡ് ചെയ്തു. അതിനുശേഷമാണ് പോലീസിനെ അറിയിച്ചത്. ഇതെല്ലാം ചെയ്യാൻ അരമണിക്കൂർ സമയമെടുത്തു എന്ന് നായിക മറുപടി പറയുന്നു. ശരി, നീ എങ്ങനെയാണ് അകത്ത് കടന്നത്? വാതിലുകളെല്ലാം പൂട്ടിയിരിക്കുമ്പോൾ നിനക്ക് മാത്രം എങ്ങനെ അകത്ത് കടക്കാൻ കഴിഞ്ഞു എന്ന് ജാക്ക് ചോദിക്കുന്നു. അത് നിങ്ങൾ ഹെലനോട് തന്നെ ചോദിക്കണം. കാരണം അവളാണ് വാതിൽ തുറന്നു വച്ചിരുന്നത്. ഇതിനു മുൻപ് റേച്ചൽ കൊല്ലപ്പെട്ട സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിച്ചപ്പോൾ താൻ അറ്റ്ലാന്റയിലായിരുന്നു, മറ്റൊരു സ്റ്റേറ്റിൽ എന്നവൾ മറുപടി പറയുന്നു. ഇതെല്ലാം ചോദിച്ചു കഴിഞ്ഞു അവർ മൃതദേഹം പരിശോധിക്കുന്നു. മൃതദേഹം പരിശോധിക്കുമ്പോൾ റീച്ചലിനെ എങ്ങനെയാണോ കൊലപ്പെടുത്തിയത് അതേപോലെ തന്നെയാണ് ഈ പെൺകുട്ടിയെയും കൊലപ്പെടുത്തിയതെന്ന് അവർക്ക് മനസ്സിലാകുന്നു. ശരീരമാസകലം ക്രൂരമായി കത്തികൊണ്ട് കുത്തിയിട്ടുണ്ട്. നാക്കിൽ ഫ്രണ്ട്ഷിപ്പ് ബാൻഡും വെച്ചിട്ടുണ്ട്. ഇതേക്കുറിച്ച് പ്രിയയും നായകനും സംസാരിക്കുമ്പോൾ പുറത്ത് നായികയും ക്യാമറാമാനും സംസാരിക്കുന്നത് കണ്ട് നായകൻ ദേഷ്യപ്പെടുന്നു. ആ ക്യാമറാമാനെക്കുറിച്ച് അന്വേഷിക്കാൻ പറഞ്ഞിരുന്നല്ലോ, അന്വേഷിച്ചോ എന്ന് പ്രിയയോട് ചോദിക്കുമ്പോൾ, അന്വേഷിച്ചു. ആ ക്യാമറാമാൻ അത്ര നല്ലവനൊന്നുമല്ല, ഒരു മോശം സ്വഭാവക്കാരനാണ്. 3 വർഷം മുമ്പ് ഇതുപോലെ ഒരു പെൺകുട്ടിയുമായി വഴക്കുണ്ടാക്കി അവളുടെ വായ തല്ലിപ്പൊട്ടിച്ചിട്ടുണ്ട്. അവന്റെ പേരിലൊരു കേസ് പോലുമുണ്ട്. ഇത് കേട്ട് നായകൻ ഞെട്ടുകയാണ്. ഭാര്യയെ താക്കീത് ചെയ്യാൻ നോക്കിയെങ്കിലും അവൾ അപ്പോഴേക്കും അവിടെ നിന്ന് പോയിരുന്നു. നായകൻ ക്യാമറാമാന്റെ അടുത്ത് ചെന്ന്, നിന്റെ കാര്യം മാത്രം നോക്കി നടക്കണം, എന്റെ ഭാര്യയിൽ നിന്ന് പരമാവധി അകന്നു നിന്നോണം, ഇല്ലെങ്കിൽ എന്റെ സ്വഭാവം നീ അറിയും എന്ന് താക്കീത് നൽകുന്നു. അടുത്തതായി ഫോറൻസിക് പരിശോധനയിൽ ഹെലന്റെ വായ്ക്കുള്ളിലെ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് പഴയതല്ലെന്നും അത് കണ്ടിട്ട് പുതിയതാണെന്നും പ്രിയയും നായകനും ശ്രദ്ധിക്കുന്നു. കൂടാതെ മരിച്ച പെൺകുട്ടിയുടെ നെറ്റിയിൽ ലയർ, അതായത് കള്ളം പറയുന്നവൾ എന്നെഴുതിയിട്ടുണ്ട്. രാത്രിയിലാണ് കൊലപാതകം നടന്നത്. അതുകൂടാതെ മരിച്ച പെൺകുട്ടി കണ്ണ് ചിമ്മാതിരിക്കാൻ കൺപോളകളിൽ സ്റ്റാപ്ലർ അടിച്ചുവെച്ചിട്ടുണ്ട്. ഇതൊക്കെ ഡോക്ടർ പറയുമ്പോൾ നായകന്റെ മനസ്സിൽ എന്തൊക്കെയോ ചിന്തകൾ ഓടുന്നു. ആ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കണ്ട ഉടനെ അയാൾ വീട്ടിലെത്തി സഹോദരിയുടെ കൈവശമുള്ള ബാൻഡ് അവിടെയുണ്ടോ എന്ന് നോക്കുന്നു. പരിശോധിക്കുമ്പോൾ അതവിടെയുണ്ട്. ഇത് നിനക്ക് എവിടെ നിന്ന് കിട്ടി, എവിടെ നിന്നാണ് വാങ്ങിയത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഭാര്യ അന്നയാണ് ഇതെല്ലാവർക്കും ഉണ്ടാക്കി നൽകിയത്. ഞങ്ങളുടെ ഗാങ്ങിലുള്ള എല്ലാവരുടെയും കൈവശം ഇതുണ്ട് എന്ന് സഹോദരി പറയുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്താൽ നായികയുടെ അമ്മ വീണ്ടും വസ്ത്രമില്ലാതെ റോഡിലിറങ്ങി നടന്ന വിവരമറിഞ്ഞ് നായിക അവരെ കാണാൻ വീട്ടിലേക്ക് പോകുന്നു. തന്റെ മുറിയിലെത്തിയപ്പോൾ തന്റെ 16-ാം ജന്മദിനത്തിൽ സുഹൃത്തുക്കളെല്ലാം വീട്ടിൽ വന്ന കാര്യം അവൾ ഓർക്കുന്നു. അന്ന് റേച്ചൽ അവൾക്ക് സെക്സിയായ ഒരു ഇന്നർവെയർ സമ്മാനമായി നൽകി. അത് ഇപ്പോൾ തന്നെ ധരിച്ചു കാണിക്കാൻ പറയുന്നു. നായകന്റെ സഹോദരിയും കാതറിനും എല്ലാം അവിടെയുണ്ട്. അന്ന് ജ്യൂസിൽ മൂത്രം കലർത്തിയിരുന്നില്ലെന്നും വെറുതെ ഒരു പൗഡർ ഇട്ടതാണെന്നും പറഞ്ഞ് അവർ അവളെ സമാധാനിപ്പിക്കുന്നു. ഇപ്പോൾ നമ്മുടെ ഹീറോയിനും ഒരു പ്രത്യേക രീതിയിലുള്ള വസ്ത്രം ധരിച്ചിരിക്കുകയാണല്ലോ. ഇതിന്റെ ഫോട്ടോ എടുക്കുന്നുണ്ട്. ഇപ്പോൾ പ്രസന്റ് ടൈമിൽ നായിക അമ്മയോട് ചോദിക്കുന്നു, അമ്മ എന്തിനാണിവിടെ ഒറ്റയ്ക്കിരുന്ന് കഷ്ടപ്പെടുന്നത്? എന്റെ കൂടെ വാ, ജോലിയൊക്കെ കഴിയുമ്പോൾ ഞാൻ അറ്റ്ലാന്റയിലേക്ക് തിരിച്ചു പോകും, അപ്പോൾ അമ്മയും കൂടെ വരണം. അപ്പോൾ അമ്മ ചോദിക്കുകയാണ്, നീ എന്തിനാണ് എന്നെ വിട്ട് തനിച്ചു പോകുന്നത്? നമുക്ക് നമ്മുടെ വീട്ടിൽ തന്നെ താമസിച്ചൂടെ എന്ന്.
എനിക്ക് ആ മുറിയിൽ താമസിക്കാൻ കഴിയില്ല. ഈ വീട്ടിലിരിക്കുന്നിടത്തോളം കാലം പഴയ കാര്യങ്ങൾ എന്റെ മനസ്സിലേക്ക് വന്നുകൊണ്ടേയിരിക്കും. ആ പഴയ കാര്യങ്ങൾ എന്നെ ഉറങ്ങാൻ അനുവദിക്കില്ല എന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുന്നു. അടുത്തതായി പ്രിയയെ കാണിക്കുന്നു. സൈബർ ടീമിൽ നിന്ന് പ്രിയയ്ക്കൊരു കോൾ വരുന്നു. റീച്ചലിന്റെ ഫോൺ നിരീക്ഷിക്കാനും വിവരങ്ങൾ ശേഖരിക്കാനും നേരത്തെ ഒരു റിക്വസ്റ്റ് നൽകിയിരുന്നു. എന്നാൽ ഇപ്പോൾ ആ റിക്വസ്റ്റ് ക്യാൻസൽ ചെയ്യാനാണ് നമ്മുടെ ഹീറോ ജാക്ക് പറഞ്ഞിരിക്കുന്നത്. റീച്ചലിന്റെ ഫോൺ ഇനി ഫോളോ ചെയ്യേണ്ടതില്ലെന്ന് അയാൾ നിർദ്ദേശിച്ചു. ഇത് ശരിയാണോ എന്ന് ചോദിക്കാനാണ് അവർ വിളിച്ചത്. ഈ ആൾ എന്തിനാണിത് നിർത്താൻ പറയുന്നത് എന്ന് പ്രിയ ചിന്തിക്കുന്നു. അയാളുടെ പെരുമാറ്റം ശരിയല്ലെന്ന് കരുതി പ്രിയ പറയുന്നു, ഇല്ല, നിങ്ങളത് നിർത്തണ്ട, എല്ലാം കണ്ടെത്തി എന്നോട് പറയണം. അതും പറഞ്ഞ് ഫോൺ വയ്ക്കുന്നു. തുടർന്ന് നായിക ഒരു പ്രസ് മീറ്റ് സംഘടിപ്പിക്കുന്നു. ചാനലിൽ നല്ല പേര് കിട്ടാനും കണ്ടന്റ് ഉണ്ടാക്കാനും വേണ്ടിയാണത്. ഈ കൊലപാതകങ്ങൾ എങ്ങനെ നടക്കുന്നു, പോലീസ് എന്താണ് ചെയ്യുന്നത് എന്നതിനെക്കുറിച്ചൊക്കെ സംസാരിക്കാൻ നായകനെ ക്ഷണിക്കുന്നു. എന്നാൽ നായകൻ അവിടെ വന്ന് പറയുന്നത് റേച്ചലിനെയും ഹെലനെയും ഒരാൾ തന്നെയാണ് കൊലപ്പെടുത്തിയതെന്ന്. ഇതുവരെ ഈ കേസ് നോക്കിയതിൽ നിന്ന് കൊലയാളിയെ കണ്ടെത്താൻ കഴിയില്ലെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇതുപോലെ ഒരുപാട് കേസുകൾ തെളിയാതെ കിടപ്പുണ്ട്. ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കാൻ പാടില്ലാത്ത രീതിയിൽ അയാൾ സംസാരിക്കുമ്പോൾ എല്ലാവർക്കും ദേഷ്യം വരുന്നു. അപ്പോൾ ഈ നാട്ടിൽ കൊലപാതകങ്ങൾ നടന്നുകൊണ്ടേയിരിക്കുമെന്നാണോ നിങ്ങൾ പറയുന്നത് എന്ന് പറഞ്ഞ് എല്ലാവരും ബഹളം വെക്കാൻ തുടങ്ങുന്നു. അവിടെ നായകന്റെ സഹോദരിയുമുണ്ട്. എല്ലാവരും ഒന്നടങ്ങും, എന്റെ ജ്യേഷ്ഠനെ സംസാരിക്കാൻ അനുവദിക്കുമെന്ന് അവൾ പറയുന്നു. എന്നാൽ ജാക്ക് ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം നായിക സംസാരിക്കാൻ തുടങ്ങുന്നു. ഹെലന്റെ മൃതദേഹം ആദ്യം കണ്ടത് ഞാനാണ്. തീർച്ചയായും ആ പെൺകുട്ടി തടയാൻ ശ്രമിച്ചിട്ടില്ല. കൊലയാളി വളരെ എളുപ്പത്തിൽ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ കൊലയാളി ഈ കൂട്ടത്തിൽ തന്നെയുണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട് എന്ന് നായിക പറഞ്ഞു വയ്ക്കുന്നു. ഒരുപക്ഷെ ആ സഹോദരിയായിരിക്കുമോ കൊലയാളി എന്ന് ചിലർ സംശയിക്കുന്നു. ചിലർ അതിനെ എതിർക്കുന്നു. ഇപ്പോൾ വന്ന റിപ്പോർട്ടർമാർ തമ്മിൽ വാക്കുതർക്കവും വഴക്കും ആരംഭിക്കുന്നു. ഇത് കണ്ട് നായികയ്ക്ക് സന്തോഷം തോന്നുന്നു. ബോസും ഇത് കണ്ട് ഹാപ്പിയാണ്. റിപ്പോർട്ടർമാർ തമ്മിൽ വഴക്കുണ്ടാക്കിയാൽ അത് വലിയ വാർത്തയാകും. നമുക്ക് TRP കൂടുമെന്ന് അയാൾ പറയുന്നു. പ്രസ് മീറ്റ് കഴിഞ്ഞ് നായിക പോകുമ്പോൾ നായകന്റെ സഹോദരി പിന്നാലെ വരുന്നു. നീ എന്തിനാണ് ഇങ്ങനെയുള്ള ആവശ്യമില്ലാത്ത പണികൾ ചെയ്യുന്നത്? ഞാൻ അവരെ കണ്ടിട്ട് തന്നെ വർഷങ്ങളായി. നിങ്ങളുടെ കാര്യത്തിൽ ഞാൻ ഇടപെടാറില്ല. എന്റെ ജോലി നോക്കി ഞാൻ പോകുന്നു. നീ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് എന്നവൾ ചോദിക്കുന്നു. ഈ സുഹൃത്തുക്കൾക്കിടയിൽ പണ്ട് എന്തോ ഒരു സംഭവം നടന്നിട്ടുണ്ടെന്ന് ഇതിലൂടെ മനസ്സിലാക്കാം. ആ സംഭവം നടന്നിട്ട് 20 വർഷമാകുന്നു. ഇന്നും നീ ഒന്നും മറക്കാതെ മനസ്സിലാ പകവെച്ചുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുമ്പോൾ നായിക അതിനൊന്നും മറുപടി നൽകുന്നില്ല. ശരി, ഹെലൻ മരിച്ച ആ സമയത്ത് നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ അടുത്തത് ആരായിരിക്കുമെന്നോർത്ത് പേടിയുണ്ടോ? അത് നീയായിരിക്കുമോ എന്ന് പേടിയാണോ എന്ന് നായിക ചോദിക്കുന്നു. എന്താ, അത് നീയായിരിക്കില്ലേ എന്ന് സഹോദരി തിരിച്ചു ചോദിച്ചപ്പോൾ അവൾ ഒന്നും മിണ്ടാതെ അവിടെ നിന്ന് പോകുന്നു. നായിക കാറിലിരുന്ന് മെസ്സേജുകൾ നോക്കുന്നു. നായകൻ അയച്ച മെസ്സേജ് അവൾ ഇപ്പോഴാണ് കാണുന്നത്. ശരി, നമുക്ക് കാണാമെന്ന് അവൾ മറുപടി നൽകുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് പ്രിയയെ കാണിക്കുന്നു. ഫോറൻസിക്കിൽ നിന്ന് പ്രിയയെ വിളിച്ച് നായകന്റെ DNA സാമ്പിളിൽ എന്തോ കുഴപ്പമുണ്ടെന്നും അത് മറ്റൊന്നുമായി കലർന്നിരിക്കുന്നു എന്നും പറയുന്നു. അതായത് നായകന്റെ DNAയും മറ്റൊരാളുടെ DNAയും തമ്മിൽ കലർന്നിരിക്കുന്നു. അങ്ങനെയുള്ള സാമ്പിളാണ് അയാൾ നൽകിയത്. എനിക്ക് കൃത്യമായ DNA സാമ്പിൾ വേണം എന്നവർ പറയുന്നു. പ്രിയയുടെ സംശയം വർദ്ധിക്കുന്നു. ഇതേസമയം ഈ കൂട്ടുകാരെക്കുറിച്ച് അന്വേഷിക്കണം എന്ന് കരുതി നായികയുടെയും സഹോദരിയുടെയും മറ്റുള്ളവരുടെയും സ്കൂൾ കാലത്തെ ഫോട്ടോകളും ബുക്കുകളും പരിശോധിക്കുന്നു. അതിൽ 4 പേരും കൈകളിൽ ഈ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് ധരിച്ചിരിക്കുന്നത് അവൾ ശ്രദ്ധിക്കുന്നു. ഇപ്പോൾ സീൻ കട്ടാകുന്നു. നായിക നായകനെ കാണാൻ പോകുന്നു. അന്ന് നീ അറ്റ്ലാന്റയിൽ ഇല്ലായിരുന്നു എന്നെനിക്ക് നന്നായി അറിയാം. റേച്ചൽ മരിക്കുന്നതിന് മുൻപ് നീയും റേച്ചലും തമ്മിൽ കണ്ടിരുന്നു. നീ അത് കണ്ടു എന്നും എനിക്കറിയാം. അതിനുശേഷം നീ റേച്ചലിനെ കണ്ടോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലെന്ന് നായിക മറുപടി പറയുന്നു. നിനക്ക് റേച്ചലുമായി എങ്ങനെയാണ് ബന്ധമുണ്ടായത്, എന്തിനാണ് ആ ബന്ധം എന്ന് ചോദിക്കുമ്പോൾ നിനക്ക് ആ ക്യാമറാമാനുമായി എന്തിനാണോ ബന്ധമുള്ളത് അതിനുവേണ്ടി തന്നെ എന്ന് നായകൻ പരിഹസിക്കുന്നു. അവർ പതുക്കെ പതുക്കെ വഴക്കിടാൻ തുടങ്ങുന്നു. കുഞ്ഞു മരിച്ചതിന് കാരണം നീയാണ് എന്നവർ പരസ്പരം വിളിച്ചു പറയുന്നു. നായകൻ പറയുന്നു, നോക്ക്, ഞാൻ മനഃപൂർവ്വം ഒന്നും ചെയ്തിട്ടില്ല. നിനക്ക് എന്ത് പ്രശ്നമുണ്ടെങ്കിലും ഞാൻ നിന്നെ പൊന്നുപോലെ നോക്കിയിരുന്നു. എപ്പോഴും നിനക്ക് താങ്ങും തണലുമായിരുന്നു. പക്ഷെ നീയാണ് പെട്ടെന്ന് എന്നെ വിട്ടുപോയത്. നീ എങ്ങോട്ട് പോയെന്ന് പോലും എനിക്കറിയില്ലായിരുന്നു. നിന്നെ എവിടെയെല്ലാം ഞാൻ തിരഞ്ഞെന്നറിയാമോ എന്ന് സ്നേഹത്തോടെ സംസാരിക്കുമ്പോൾ അവൾക്കും കുറ്റബോധം തോന്നുന്നു. ഒന്നും പറയാതെ പോകരുതായിരുന്നു എന്നവൾ ചിന്തിക്കുന്നു. അവർ ഓടിവന്ന് കെട്ടിപ്പിടിച്ച് സമാധാനമാകുന്നതോടെ ആ എപ്പിസോഡ് അങ്ങനെ അവസാനിക്കുകയാണ്. 5th എപ്പിസോഡിന്റെ തുടക്കത്തിൽ നായകൻ, പ്രിയ, ചീഫ് എന്നിവർ മീറ്റിംഗിൽ സംസാരിക്കുകയാണ്. പ്രിയ പറയുന്നു, മരിച്ചവരുടെ നാക്കിൽ നിന്ന് കണ്ടെത്തിയ ഫ്രണ്ട്ഷിപ്പ് ബാൻഡ് കൈകളിൽ എങ്ങനെയാണോ കെട്ടുന്നത് അതേപോലെ തന്നെയാണ് നാക്കിലും കെട്ടിയിരിക്കുന്നത്. ഞാൻ ഇതുവരെ അന്വേഷിച്ചതിൽ നിന്ന് മനസ്സിലാക്കിയത് ഇവർ 4 പേരും ഫ്രണ്ട്സ് ആയിരുന്നു. പിന്നീട് ഇവർ വഴക്കിട്ട് ശത്രുക്കളായി മാറി. ഇപ്പോൾ എന്റെ അഭിപ്രായത്തിൽ പ്രധാന പ്രതി അന്നയാണ്. അവളെ ചോദ്യം ചെയ്യണം. അതുപോലെ നായകന്റെ സഹോദരിയെയും ചോദ്യം ചെയ്യണം എന്ന് പറയുമ്പോൾ നായകനത് സമ്മതിക്കുന്നില്ല. ഈ കേസിൽ റേച്ചലിന്റെ ഭർത്താവാണ് പ്രധാന പ്രതി. അവനെയാണ് പോയി ചോദ്യം ചെയ്യേണ്ടത്. ഒരു ബന്ധവുമില്ലാതെ ഇവരെ ചോദ്യം ചെയ്യുന്നത് ഒട്ടും ശരിയല്ല എന്ന് പറയാണ്.
ഒരിക്കലും കഴിയില്ല. ഇവർ രണ്ടുപേരുമാണ് പ്രധാന പ്രതികൾ. ഇവരെ ചോദ്യം ചെയ്താൽ തന്നെ 3/4 സത്യവും കണ്ടെത്താൻ കഴിയും. പെട്ടെന്ന് നായികയെ കാണാതാകുന്നു, അറ്റ്ലാന്റയിൽ പോയി ജീവിക്കുന്നു, അതിനുശേഷം ഇതിനായി ഈ നാട്ടിലേക്ക് തിരികെ വരുന്നു. അവർ വന്നതിന് ശേഷമാണ് കൊലപാതകങ്ങൾ ഒന്നൊന്നായി നടക്കാൻ തുടങ്ങിയത്. അവർക്ക് കരിയറിൽ ഉയർച്ച വേണം, കൂടാതെ പണ്ട് നടന്ന ഏതോ ഒരു സംഭവത്തിന് പ്രതികാരം ചെയ്യണം. അങ്ങനെ ഒന്നൊന്നായി കൊലപാതകം ചെയ്യുകയാണെന്ന് തോന്നുന്നു. ഇത് പറയുന്ന സമയത്ത് നമ്മുടെ ഹീറോ ഞാനിതിന് സമ്മതിക്കില്ല, നിങ്ങൾ തന്നെ ഈ കേസ് നോക്കിക്കോ, എനിക്ക് ഈ കേസ് വേണ്ട എന്ന് പറഞ്ഞ് ദേഷ്യപ്പെട്ടിറങ്ങിപ്പോകുന്നു. പ്രിയ ചീഫിനോട് ചോദിക്കുന്നു, ഞാൻ നായികയെയും ആ അനിയത്തിയെയും ചോദ്യം ചെയ്യട്ടെ എന്ന്. ശരി, നീ ചോദ്യം ചെയ്യ, എന്ത് കണ്ടെത്താൻ കഴിയുമെന്ന് നോക്ക് എന്ന് ചീഫും അനുവാദം നൽകുന്നു. നമ്മുടെ ഹീറോ ദേഷ്യപ്പെട്ടു പോയത് എങ്ങോട്ടാണെന്ന് വെച്ചാൽ റീച്ചലിന്റെ ഭർത്താവിനെ കാണാനാണ്. അദ്ദേഹം എങ്ങോട്ടോ പോകാൻ തയ്യാറെടുക്കുകയാണ്. വലിയ ബിസിനസ്സുകാരനാണെന്ന് തോന്നുന്നു. ഇപ്പോൾ റീച്ചലിന്റെ മൊബൈൽ കാണിച്ചിട്ട്, നീ എന്തിനാണ് പേടിച്ചത് എന്നെനിക്കിപ്പോൾ മനസ്സിലായി. നീ ഈ വീഡിയോയ്ക്ക് വേണ്ടിയല്ലേ പേടിച്ചത്? ഈ വീഡിയോ പുറത്താകരുത് എന്ന് കരുതിയല്ലേ ഈ ഫോണിലേക്ക് തുടർച്ചയായി വിളിച്ച് ഫോൺ സ്വിച്ച് ഓഫ് ചെയ്യാൻ നോക്കിയത് എന്ന് ചോദിക്കുമ്പോൾ, എനിക്ക് മനസ്സിലാകുന്നില്ല എന്ന് അദ്ദേഹം പറയുന്നു. അപ്പോൾ നമ്മുടെ ഹീറോ ആ വീഡിയോ കാണിച്ച് സംസാരിക്കാൻ തുടങ്ങുമ്പോൾ, അതെ, ഈ വീഡിയോ കണ്ട് ഞാൻ പേടിച്ചുപോയി, പക്ഷെ നീ ബന്ധമില്ലാത്ത കാര്യങ്ങളാണ് പറയുന്നത്. ആ വീഡിയോയിൽ ആകെ 3 പേരുണ്ട്, നീ, റീച്ചൽ, പിന്നെ ഹെലൻ. ആദ്യം ഈ വീഡിയോ കാണിച്ച് റീച്ചൽ നിന്നെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങിയപ്പോഴാണ് നീ പണം നൽകിയത്. റീച്ചലിനെ കൊന്നിട്ട് ഹെലനോടൊപ്പം ജീവിക്കാമെന്ന് കരുതിയപ്പോൾ ഈ വിവരം ഹെലൻ അറിഞ്ഞു. അങ്ങനെ ഒന്നൊന്നായി 2 പേരെയും നീ കൊന്നു, അല്ലേ എന്ന് ചോദിക്കുമ്പോൾ, നിനക്കെന്താ ഭ്രാന്താണോ? നീ എന്താണ് പറയുന്നത് എന്നെനിക്ക് മനസ്സിലാവുന്നില്ല. ബന്ധമില്ലാതെ കാര്യങ്ങൾ കണക്ട് ചെയ്യുകയാണ്. ആ വീഡിയോ പുറത്തു വരരുത് എന്ന് ഞാൻ ആഗ്രഹിച്ചു, അതുമാത്രമാണ് സത്യം, മറ്റൊന്നും ശരിയല്ല എന്ന് പറയുന്നു. സത്യത്തിൽ ഹെലനും റീച്ചലും സംസാരിക്കുമ്പോൾ സി എന്ന് പറഞ്ഞ ആരെയോ പരാമർശിക്കുന്നുണ്ട്. ആ സി ഞാനല്ല, അത് മറ്റാരെയോക്കുറിച്ചാണ് പറയുന്നത്. നിനക്കും റീച്ചലിനും തമ്മിൽ എന്താണ് ബന്ധം? അന്ന് കാട്ടിൽ വെച്ച് നീയും റീച്ചലും എന്താണ് ചെയ്തത് എന്നെനിക്ക് നന്നായി അറിയാം. നിന്നെ കാണാനാണ് റീച്ചൽ വന്നതെന്നും എനിക്കറിയാം. നീ എന്നെ ഈ കേസിൽ കുടുക്കാൻ നോക്കുകയാണോ? ഞാൻ നിന്നെ വെറുതെ വിടില്ല. ഞാൻ എന്തു ചെയ്യുമെന്ന് നോക്കിക്കോ. ഒരു നല്ല വക്കീലിനെ കൂട്ടി വരാം എന്ന് പറഞ്ഞ് അദ്ദേഹം പോകുന്നു. അതായത് നമ്മുടെ ഹീറോയ്ക്കും മരിച്ച പെൺകുട്ടിക്കും തമ്മിൽ ഏതോ ഒരു ബന്ധമുണ്ടെന്ന് അദ്ദേഹം വെളിപ്പെടുത്താൻ പോകുകയാണത്രേ. അടുത്തതായി പ്രിയയെ കാണിക്കുന്നു. പ്രിയ നായികയെ കണ്ടു ചോദിക്കുന്നു, നീ എങ്ങനെ അകത്ത് കയറി? എന്നെ സംബന്ധിച്ചിടത്തോളം ആ പെൺകുട്ടി നിന്നെ വിളിച്ചതായി തോന്നുന്നില്ല. നീ ആയിട്ടാണ് ഹെലനെ സ്കൂളിൽ പോയി കണ്ടത്. സ്കൂളിലെ എല്ലാ വാതിലുകളും പൂട്ടിയിരിക്കുമ്പോൾ നീ മാത്രം എങ്ങനെ അകത്ത് കയറി എന്ന് ചോദിക്കുമ്പോൾ നായിക പറയുന്നു, ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുമ്പോൾ വൈകി വന്നാൽ മെയിൻ ഡോർ അടയ്ക്കും, വലിയ ശിക്ഷ കൊടുക്കും. അതുകൊണ്ട് വൈകി വന്നാലും അകത്ത് കയറാനൊരു രഹസ്യവഴി അവർ കണ്ടെത്തിയിട്ടുണ്ട്. ഞാൻ മാത്രമല്ല, എന്റെ ഫ്രണ്ട്സ് ഗാങ്ങിന് എല്ലാവർക്കും ഈ രഹസ്യവഴി നന്നായി അറിയാം. ആ വഴിയിലൂടെയാണ് പോയത് എന്ന് പറയുമ്പോൾ ഇവർ ചോദ്യം ചെയ്യൽ തുടരുന്നു. ഇപ്പോൾ സീൻ കട്ടാകുന്നു. നമ്മുടെ ഹീറോയുടെ അനിയത്തി ഹീറോയെ കാണാൻ ഓഫീസിലേക്ക് വരുന്നു. വരുമ്പോൾ പിസ വാങ്ങി വരുന്നു. ഒരു കാര്യമില്ലാതെ എന്തിനാണ് പോലീസ് സ്റ്റേഷനിൽ വരുന്നത്? ഒന്ന് വിളിച്ചിരുന്നെങ്കിൽ ഞാൻ വരുമായിരുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ പെൺകുട്ടി പേടിച്ചിരിക്കുകയാണ്. കൊലയാളി തന്നെ കൊല്ലുമോ എന്നവൾ ഭയപ്പെടുന്നു. നീ എന്തിനാണ് ഇത്ര പേടിക്കുന്നത് എന്ന് ചോദിക്കുമ്പോൾ, നിന്റെ ഭാര്യ അന്നയുടെ 16ാം പിറന്നാൾ ദിവസം ഒരു മോശം സംഭവം നടന്നു. ആ സംഭവത്തിനും ഇപ്പോൾ നടക്കുന്ന കൊലപാതകങ്ങൾക്കും എന്തെങ്കിലും ബന്ധമുണ്ടാകുമോ എന്നെനിക്ക് തോന്നിക്കൊണ്ടിരിക്കുന്നു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല എന്ന് ഹീറോ പറയുന്നു. ഇതേസമയം ഹീറോയ്ക്ക് മറ്റൊരു വിവരം കൂടി ലഭിക്കുന്നു. അതെന്താണെന്ന് വെച്ചാൽ, റേച്ചൽ അറ്റ്ലാന്റ എന്ന സ്ഥലത്ത് പോയി മടങ്ങി വരുമ്പോൾ ഒരു സ്ഥലത്ത് വണ്ടി നിർത്തിയിട്ട് ഒരു ബിൽഡിങ്ങിനുള്ളിൽ പോയി വരുന്നു. ബിൽഡിങ്ങിനുള്ളിൽ പോയി പുറത്തു വരുമ്പോൾ കവിളിൽ മുറിവുമായിട്ടാണ് അവർ വരുന്നത്. ആരോ അകത്ത് വെച്ച് അടിച്ചിട്ടുണ്ടെന്ന് തോന്നുന്നു. ആരാണ് ഈ പെൺകുട്ടിയെ അടിച്ചത് എന്ന് അന്വേഷിച്ച് നോക്കുമ്പോൾ അതേ സ്ഥലത്ത് റിച്ചാർഡ് എന്ന ക്യാമറാമാനും ഉണ്ടായിരുന്നു എന്ന് ഹീറോയ്ക്ക് വിവരം ലഭിക്കുന്നു. ഈ ക്യാമറാമാനും റേച്ചലും തമ്മിൽ എന്താണ് ബന്ധം? ഇവൻ എന്തിനാണ് ഈ പെൺകുട്ടിയെ അടിക്കാൻ പോകുന്നത്? 2 പേരും ഒരേ സ്ഥലത്ത് എന്തിനാണ് കണ്ടുമുട്ടിയത് എന്നതിനെക്കുറിച്ച് നമ്മുടെ ഹീറോയുടെ മനസ്സിൽ പല ചിന്തകളും ഓടിക്കൊണ്ടിരിക്കുകയാണ്. നീ വീട്ടിൽ പോയി സുരക്ഷിതയായിരിക്കൂ, നിനക്കൊന്നും സംഭവിക്കില്ല, ഞാൻ നോക്കിക്കൊള്ളാം. ഒരു പ്രധാന കാര്യത്തിനായി പുറത്തു പോകുകയാണ് എന്ന് പറഞ്ഞ് ഹീറോ ക്യാമറാമാനെ കാണാൻ പോകുന്നു. മെയ് 8-ാം തീയതി നീ എവിടെയായിരുന്നു എന്ന് ചോദിക്കുമ്പോൾ താൻ എവിടെയായിരുന്നു എന്ന് ഓർമ്മയില്ല. നന്നായി ആലോചിച്ചു നോക്ക് എന്ന് പറയുമ്പോൾ അന്ന് ഏതെങ്കിലും ഷൂട്ടിംഗ് ആവശ്യത്തിനായി പുറത്തുപോയിരിക്കാമെന്ന് പറയുന്നു. റേച്ചലും നീയും തമ്മിൽ എന്താണ് ബന്ധം? റേച്ചലുമായി തനിക്ക് യാതൊരു ബന്ധവുമില്ലെന്നും ആ പെൺകുട്ടി ആരാണെന്ന് പോലും അറിയില്ലെന്നും അവൻ പറയുന്നു. നീയാണോ റേച്ചലിനെ അടിച്ചത് എന്ന് ചോദിക്കുമ്പോൾ, ഞാനോ? എനിക്കറിയില്ലെന്ന് പറയുകയല്ലേ? എനിക്കൊന്നും അറിയില്ല. ശരി, നീ ഏതോ ഒരു പെൺകുട്ടിയെ അടിച്ചു വായ പൊട്ടിച്ചല്ലോ, അതേത് കേസാണ് എന്ന് ഹീറോ ചോദിക്കുമ്പോൾ അവൻ പറയുന്നത് ഇങ്ങനെയാണ്, എന്റെ ഭാര്യയെ ഏതോ ഒരു പെൺകുട്ടി പിന്തുടരുകയായിരുന്നു. ആ കാര്യം ചോദിക്കാനായി പോയപ്പോൾ എന്റെ ഭാര്യയും ആ പെൺകുട്ടിയും തമ്മിൽ വലിയ വഴക്കായി. അത് തടയാൻ നോക്കിയപ്പോൾ അബദ്ധത്തിൽ എന്റെ കൈ ആ പെൺകുട്ടിയുടെ മുഖത്ത് കൊള്ളുകയായിരുന്നു. അങ്ങനെയാണ് മുറിവുണ്ടായത്.
അതൊരപകടം മാത്രമായിരുന്നു, അല്ലാതെ വേറൊന്നുമല്ല എന്ന് പറയുമ്പോൾ ഹീറോ അത് വിശ്വസിക്കുന്നില്ല. നീ നിന്റെ ഭാര്യയോട് പോയി ചോദിക്ക്, ഞാൻ അത്ര ക്രൂരനൊന്നുമല്ല, ഞാൻ വളരെ പാവമാണ് എന്ന് പറയുമ്പോൾ ഹീറോയ്ക്ക് ദേഷ്യം വരികയും അവനെ മർദ്ദിക്കുകയും ചെയ്യുന്നു. ഇതേസമയം പ്രിയ ഹീറോയുടെ അനിയത്തിയെ ചോദ്യം ചെയ്യുകയാണ്. നിങ്ങൾ 4 പേർക്കിടയിൽ എന്താണ് പ്രശ്നം എന്ന് ചോദിക്കുമ്പോൾ, ഞങ്ങൾ 4 പേരല്ല, കാത്രീനും കൂടി ചേർന്ന് 5 പേരുണ്ട് എന്നവൾ പറയുന്നു. എന്ത്, 5 പേരോ? ഈ 4 പേരെ കൂടാതെ വേറൊരാൾ കൂടിയുണ്ടോ എന്ന് ചോദിച്ച് പ്രിയ ഞെട്ടുന്നു. ആ സമയത്ത് പഠിച്ചവരുടെ എല്ലാ വിവരങ്ങളും പരിശോധിക്കുമ്പോൾ കാത്രിൻ AK കെല്ലി എന്ന പെൺകുട്ടിയുടെ വിവരങ്ങൾ ലഭിക്കുന്നു. ഈ പെൺകുട്ടിയെ എങ്ങനെയാണ് ലിസ്റ്റിൽ നിന്ന് വിട്ടുപോയത് എന്ന് പ്രിയ ആലോചിക്കുന്നു. ഇവർ തമ്മിൽ വഴക്കുണ്ടായ സ്ഥലത്തേക്ക് നായിക ഓടിവരികയും അവരെ രണ്ടുപേരെയും മാറ്റിയിരുത്തുകയും ചെയ്യുന്നു. ക്യാമറമാനെ തനിച്ചു മാറ്റി നിർത്തിയിട്ട് അവൾ പറയുകയാണ്, നീ എന്നെക്കുറിച്ച് എന്റെ ഭർത്താവിനോടെന്തോ പറഞ്ഞിട്ടുണ്ട്. അതുകൊണ്ടാണ് അയാൾക്ക് ദേഷ്യം വന്നതും നിന്നെ ഉപദ്രവിച്ചതും. നീ പരാതി കൊടുക്കാൻ പോയാൽ നിന്റെ ഭാര്യയോട് നമ്മുടെ ബന്ധത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞുകൊടുക്കും. അതുകൊണ്ട് നീ പരാതിയൊന്നും കൊടുക്കണ്ടെന്ന് പറഞ്ഞ് അവൾ പോകുകയാണ്. ഇപ്പോൾ സീൻ അവിടെ കട്ടായി ഹീറോയുടെ അനിയത്തിയെയാണ് കാണിക്കുന്നത്. അവൾ തന്റെ മകളെ ഒരു കൂട്ടുകാരിയുടെ വീട്ടിലേക്ക് അയച്ചിരിക്കുകയാണ്. കുളിക്കാനായി ഒരുക്കങ്ങൾ നടത്തി മുകളിലേക്ക് പോകുമ്പോൾ ആരോ വീടിനുള്ളിലേക്ക് കടക്കുന്നതുപോലെ അവൾക്ക് ശബ്ദം കേൾക്കുന്നു. പിന്നീട് എന്തുണ്ടായെന്ന് കാണിക്കുന്നില്ല, പ്രിയയെ കാണിക്കുന്നു. കാതറിനെക്കുറിച്ച് ഗൂഗിളിലോ ഇൻസ്റ്റഗ്രാമിലോ ഫേസ്ബുക്കിലോ എന്തെങ്കിലും വിവരം കിട്ടുമോ എന്ന് തിരയുമ്പോൾ കാതറിനൊരു ചേച്ചിയുണ്ടായിരുന്നുവെന്നും അവർ മരിച്ചുപോയി എന്നുമുള്ള വിവരം മാത്രം ലഭിക്കുന്നു. ഇതേസമയം സൈബർ ക്രൈം ടീമിൽ നിന്ന് കോള് വരുന്നു. റേച്ചൽ ഏറ്റവും കൂടുതൽ സംസാരിച്ചിരിക്കുന്നത് അവളുടെ ഭർത്താവിനോടും ഹെല്ലനോടും നമ്മുടെ ഹീറോയോടുമാണെന്ന് അവർ പറയുന്നു. ഇതോടെ ഹീറോ തന്നെയാകാം കൊലയാളിയെന്ന് പ്രിയ സംശയിക്കുന്നു. ഹീറോയും ഈ പെൺകുട്ടിയും തമ്മിൽ എന്തോ ഒരു ബന്ധമുണ്ടെന്നും എവിടെയോ എന്തോ പിശകുണ്ടെന്നും അവൾ ചിന്തിക്കുന്നു. ഇപ്പോൾ സീൻ അവിടെ കട്ടാകുന്നു. നമ്മുടെ നായികയും ക്യാമറമാനും ചേർന്ന് ഒരു ഹോട്ടലിൽ റൂമെടുത്ത് ഒന്നിച്ചു നിൽക്കാമെന്ന് കരുതി വരുമ്പോൾ ആരോ വിളിച്ച് ആ റൂം ക്യാൻസൽ ചെയ്തു എന്നറിയുന്നു. ആരാണ് വിളിച്ച് ക്യാൻസൽ ചെയ്തത് എന്ന് ചോദിക്കുമ്പോൾ ഏതോ ഒരു പെൺകുട്ടിയാണെന്നും തങ്ങൾക്ക് ഓർമ്മയില്ലെന്നും അവർ പറയുന്നു. ശരി, വേറെ റൂം തരാമോ എന്ന് ചോദിച്ചപ്പോൾ റൂമുകളൊന്നുമില്ല. ശരിയെന്ന് പറഞ്ഞ് അവിടെ നിന്ന് ഇറങ്ങുമ്പോൾ ക്യാമറമാൻ പറയുന്നു, ഇവിടെ അടുത്ത് എനിക്കറിയാവുന്ന ബന്ധുക്കളുടെ ഒരു ലേക്ക് ഹൗസ് ഉണ്ട്, അവിടെ പോയാൽ നമുക്ക് അടിച്ചുപൊളിക്കാം എന്നവൻ പറയുന്നു. ആ പെൺകുട്ടി വരില്ല എന്ന് പറയുമെങ്കിലും ഇത്രയും ദൂരം വന്നതല്ലേ, ഇവിടെ അടുത്തല്ലേ, നീ എന്തായാലും വരണമെന്ന് അവൻ നിർബന്ധിക്കുന്നു. അവസാനം അവൾ സമ്മതിച്ച കൂടെ പോകുന്നു. പോകുന്ന വഴിയിൽ നായികയുടെ മനസ്സിലേക്ക് പഴയ കാര്യങ്ങൾ കടന്നുവരുന്നു. അവളുടെ 16ാം പിറന്നാൾ ആഘോഷിക്കാൻ വേണ്ടി എവിടെയെങ്കിലും കാട്ടിനുള്ളിൽ പോകാമെന്ന് പറഞ്ഞ് 5 കൂട്ടുകാരും ചേർന്ന് കാട്ടിലേക്ക് പോകുന്നു. പോകുമ്പോൾ ക്യാമറയൊക്കെ എടുത്ത് വീഡിയോ റെക്കോർഡ് ചെയ്യുകയും ഫോട്ടോകൾ എടുക്കുകയും ചെയ്യുന്നു. അവർ അവിടെ അടിച്ചുപൊളിച്ചുകൊണ്ടിരിക്കുമ്പോൾ 3 ആൺകുട്ടികൾ അവിടേക്ക് വരുന്നു. അവർ റേച്ചലിന്റെ കൂട്ടുകാരാണ്. റേച്ചൽ അവരെ പരിചയപ്പെടുത്തുന്നു. റേച്ചൽ കാതറിനും നായികയ്ക്കും നന്നായി മദ്യം നൽകുന്നു. ആ 3 ആൺകുട്ടികളിൽ നിന്ന് പണം വാങ്ങിയിട്ട് റേച്ചൽ ആ 2 പേരെയും എന്തു വേണമെങ്കിലും ചെയ്തുകൊള്ളാൻ പറയുന്നു. ആ ആൺകുട്ടികൾ കാതറിനോടും നായികയോടും മോശമായി പെരുമാറാൻ ശ്രമിക്കുന്നു. പ്രധാനമായും കാതറിനെ. നമ്മുടെ നായിക തടയാൻ നോക്കിയെങ്കിലും നടന്നില്ല. അവർ ആ പെൺകുട്ടിയെ നശിപ്പിച്ചു. ഈ കാര്യങ്ങളെല്ലാം ആലോചിച്ചുകൊണ്ട് നായിക ആ സ്ഥലത്തെത്തുന്നു. ഇതെന്തൊരു സ്ഥലമാണ്, കാണുമ്പോൾ തന്നെ പേടിയാകുന്നു. ഉള്ളിൽ നിന്റെ ഭാര്യ ഇല്ലല്ലോ എന്ന് ചോദിക്കുമ്പോൾ ഇല്ലല്ല, എന്റെ ഭാര്യ ഉള്ളിലുണ്ട് എന്നവൻ മറുപടി പറയുന്നു. സത്യം പറയുകയാണെങ്കിൽ അവളുടെ പ്ലാനാണിത്. നിന്നെ എങ്ങനെ ഇങ്ങോട്ട് വരുത്താമെന്ന് അവളാണ് പ്ലാൻ ചെയ്തത്. എന്തോ പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് അവൾ പറഞ്ഞു. ഇവിടെ തന്നെ നിൽക്കൂ എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് പോകുന്നു. നായിക അവിടെയുള്ള ഫോട്ടോകൾ നോക്കി നിൽക്കുകയാണ്. ഈ സമയം നമ്മുടെ ഹീറോ വീട്ടിലെത്തുന്നു. വീട്ടിൽ നോക്കുമ്പോൾ മുകളിൽ നിന്ന് വെള്ളമൊഴുകി വരുന്നു. എന്തിനാണ് വെള്ളമൊഴുകുന്നത് എന്ന് നോക്കാൻ മുകളിൽ പോയപ്പോൾ അനിയത്തിയെ ആരോ കൊലപ്പെടുത്തിയിരിക്കുന്നു. ആ പെൺകുട്ടി മരിച്ചുപോയി. ഡെഡ് ബോഡി കണ്ട് ഹീറോ നിലവിളിച്ച് കരയുകയാണ്. ഈ വശത്ത് നമ്മുടെ നായികയെ കാണിക്കുന്നു. നായിക ഫോട്ടോകളെല്ലാം നോക്കിക്കൊണ്ടിരിക്കുമ്പോൾ കാതറിന്റെ ചേച്ചി, അമ്മ, അച്ഛൻ എന്നിവരുടെ ഫോട്ടോ കാണുന്നു. അവിടെ തന്നെ ഈ ക്യാമറാമാനും ലെക്സിയും വിവാഹം കഴിച്ച ഫോട്ടോയുമുണ്ട്. അത് കാണുമ്പോൾ മനസ്സിലാകുന്നത് എന്താണെന്ന് വെച്ചാൽ കാതറിൻ തന്നെയാണ് കുറേശ്ശെ പഠിച്ച് വലിയ പെൺകുട്ടിയായത്. വളർന്നപ്പോൾ ശരീരഭാരം കുറഞ്ഞ് ആ പെൺകുട്ടി ലെക്സിയായി മാറിയതാണ്. കാതറിൻ തന്നെയാണ് ഇപ്പോൾ ലെക്സിയായിരിക്കുന്നത് എന്ന സത്യം കണ്ട് അവൾ ഞെട്ടുന്നു. അത്രയുള്ളൂ, നമ്മുടെ കഥ കഴിയാൻ പോകുന്നുവെന്ന് കരുതി ആ പെൺകുട്ടി നോക്കി നിൽക്കെ ആ എപ്പിസോഡ് അവസാനിക്കുന്നു. ഇപ്പോൾ 6ാമത്തെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ ഒരു ഫ്ലാഷ് ബാക്ക് കാണിക്കുന്നു. കാതറിനും അവളുടെ ചേച്ചിയും. കാതറിൻ തടിച്ചിയാണ്. അവൾ ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. ചേച്ചി അവളെ വല്ലാതെ കളിയാക്കുന്നു. ഇങ്ങനെ തിന്ന് തടിച്ച് നീ അങ്ങ് പൊട്ടിത്തെറിക്കും എന്ന് കളിയാക്കിയിട്ട് അച്ഛനോടൊപ്പം ബോട്ടിങ്ങിന് പോവുകയാണ്. അതിനുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനിടയിൽ ചേച്ചിക്ക് ശ്വാസതടസ്സമുണ്ടായിരുന്നു. ചേച്ചി അറിയാതെ കാതറിൻ ആ ഇൻഹേലർ പഫ് എടുത്ത് മുഴുവനും കാലിയാക്കി വെക്കുന്നു. എല്ലാവരും ചേർന്ന് ബോട്ടിങ്ങിന് പോകുമ്പോൾ ആ പെൺകുട്ടിക്ക് ശ്വാസതടസ്സം വരുന്നു. ഇൻഹേലർ ഉപയോഗിക്കാൻ നോക്കുമ്പോൾ അത് കാലിയാണ്. അങ്ങനെ ആ പെൺകുട്ടിയെ രക്ഷിക്കാൻ കഴിയാതെ അവൾ മരിക്കുന്നു. ചേച്ചിയെ പ്ലാൻ ചെയ്ത് കൊലപ്പെടുത്തിയത് കാതറിൻ തന്നെയാണ്. ഈ ലെക്സി തന്നെയാണ് അതെന്ന് കാണിക്കുന്നു.
കാണിക്കുന്നു. ലെക്സിയും കാതറിനും രണ്ടുപേരല്ല, ഒരാൾ തന്നെയാണ്. ഇപ്പോൾ റിയൽ ടൈമിൽ നായികയെ കാണിക്കുന്നു. നായികയ്ക്ക് എല്ലാം മനസ്സിലായി. താൻ വല്ലാതെ കുടുങ്ങിപ്പോയി എന്നവൾക്ക് ബോധ്യമായി. ഉടനെ ഹീറോയെ വിളിക്കുമ്പോൾ അദ്ദേഹം കരയുകയാണ്. ഇവിടെ നോക്കൂ, കാതറിനും ലെക്സിയും വേറെ വേറെയല്ല. ലെക്സിയാണ് ഈ കൊലപാതകങ്ങളെല്ലാം ചെയ്യുന്നത്. ഞാനിവിടെ വന്ന് കുടുങ്ങിപ്പൊടി. ക്യാമറാമാൻ എന്നെ ചതിച്ചതാണ്. എന്നെ രക്ഷിക്കൂ എന്ന് പറഞ്ഞ് അഡ്രസ്സും പറയുന്നു. ഹീറോ വേഗത്തിൽ പുറത്തേക്ക് ഓടി വരുമ്പോൾ പ്രിയ തോക്കുമായി അവിടെ വരുന്നു. എങ്ങോട്ടാണ് ഓടുന്നത്? ഒന്ന് നിൽക്കൂ എന്ന് പറയുമ്പോൾ ഹീറോ എല്ലാം പറയാൻ ശ്രമിക്കുന്നു. ഒന്ന് നിൽക്കൂ, ഒരു പ്രധാന കാര്യത്തിനായി പോകുകയാണ്. എനിക്കെന്റെ ഭാര്യയെ രക്ഷിക്കണം എന്ന് പറഞ്ഞിട്ടും ആ പെൺകുട്ടി കേൾക്കുന്നില്ല. നിന്നെ അറസ്റ്റ് ചെയ്യണം എന്നവൾ പറയുന്നു. ഹീറോ ശാന്തമായി സംസാരിക്കുന്നതുപോലെ അടുത്തു ചെന്ന് അവളെ അടിച്ചു വീഴ്ത്തിയിട്ട് അവിടെ നിന്ന് രക്ഷപ്പെടുന്നു. ഇതിനുശേഷം പോലീസ് ബാക്കപ്പ് ടീം വന്ന് പ്രിയയും കൂട്ടി അവിടെ നിന്ന് പോകുന്നു. ഇതേസമയം നായിക ക്യാമറാമാനെ കണ്ട് ഷൂട്ട് ചെയ്യാൻ നോക്കുന്നു. ക്യാമറാമാനെ കണ്ട് അവൾ വല്ലാതെ പേടിച്ചുപോയി. എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് അവൾ കരുതുന്നു. ഭർത്താവും ഭാര്യയും ചേർന്ന് തന്നെ എന്തോ ചെയ്യാൻ പോവുകയാണെന്ന് കരുതി അവൾ ഭയപ്പെടുന്നു. നായിക തന്റെ സുരക്ഷയ്ക്കായി എപ്പോഴും ഒരു തോക്ക് കയ്യിൽ കരുതാറുണ്ട്. ആ തോക്ക് വെച്ച് അവനെ ഷൂട്ട് ചെയ്യാൻ ശ്രമിക്കുന്നു. അവൻ രക്ഷപ്പെട്ട് ഓടിപ്പോകുന്നു. ബുള്ളറ്റുകളെല്ലാം തീർന്നു. അപ്പോൾ അവരെന്താണ് ചെയ്യുന്നതെന്ന് വെച്ചാൽ ഇവനെ മുറിക്കുള്ളിലാക്കി പൂട്ടുന്നു. അതേസമയം അവിടെ ലെക്സി വരുമ്പോൾ ഒരു വലിയ ഫ്ലവർ വേസ് എടുത്തുകൊണ്ടാണ് വരുന്നത്. അതെടുത്തെറിഞ്ഞിരുന്നെങ്കിൽ തല തന്നെ തകർന്നു പോയേനെ. നേരിയ വ്യത്യാസത്തിലാണ് നായിക രക്ഷപ്പെടുന്നത്. ഇപ്പോൾ ലെക്സിയും നമ്മുടെ നായികയും തമ്മിൽ വലിയ വഴക്കായി. അങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുന്നു. നായിക എത്രയൊക്കെ പറഞ്ഞിട്ടും ആ പെൺകുട്ടി കേൾക്കുന്നില്ല. എല്ലാത്തിനും കാരണം നീയാണ്. എന്താണെന്ന് വെച്ചാൽ പണ്ട് നായികയാണ് കാതറിനെ വിളിച്ച് ജ്യൂസ് കുടിക്കാമെന്ന് പറഞ്ഞ് കൊണ്ടുപോയി അതിൽ മൂത്രം കലർത്തിക്കൊടുത്തത്. അതിനുശേഷം കാട്ടിൽ വെച്ച് ആ ആൺകുട്ടികൾ വന്ന് പീഡിപ്പിക്കാൻ ശ്രമിക്കുമ്പോൾ നീ സഹായിക്കുന്നതുപോലെ അഭിനയിക്കുകയായിരുന്നു. നിന്റെ ജന്മദിന ആഘോഷത്തിന് കാട്ടിൽ പോകാമെന്ന് പറഞ്ഞത് നീയാണ്. അപ്പോൾ എങ്ങനെയാണ് കൃത്യമായി ആ ആൺകുട്ടികൾ അവിടെ വന്നത്? ഇതിനെല്ലാം കാരണം നീയാണ്. നീ നല്ലവളായി അഭിനയിച്ച് എന്നെ അന്യായമായി നശിപ്പിച്ചു എന്ന് പറയുമ്പോൾ ഞാനല്ല പറയുന്നത് കേൾക്ക് എന്ന് നായിക പറഞ്ഞിട്ടും അത് കേൾക്കാതെ അവർ തമ്മിൽ വീണ്ടും വഴക്കുണ്ടാകുന്നു. ഈ വശത്ത് നമ്മുടെ ഹീറോ കാറിൽ വരികയാണ്. പിന്നാലെ പ്രിയ പിന്തുടരുന്നുണ്ട്. അപ്പോൾ ചീഫ് വിളിച്ചൊരു കാര്യം പറയുന്നു. റേച്ചലിന്റെ ഭർത്താവിനെ ചോദ്യം ചെയ്തപ്പോൾ അയാൾ ഒരു കാര്യം സമ്മതിച്ചു. ലെക്സിയുടെ, അതായത് കാതറിന്റെ ചേച്ചിയെ കൊന്നത് കാതറിൻ തന്നെയാണെന്ന കാര്യം റേച്ചലിന് അറിയാമായിരുന്നു. കാതറിൻ തന്റെ ചേച്ചിയെയാണ് കൊന്നതെന്ന കാര്യം റേച്ചലിന് വ്യക്തമായി അറിയാമായിരുന്നു. റേച്ചലും ആ സ്കൂളിൽ മരിച്ച പെൺകുട്ടിയും ചേർന്ന് ലെക്സിയെ ഭീഷണിപ്പെടുത്തി പണം ആവശ്യപ്പെടുകയും പല കാര്യങ്ങൾ ചെയ്യിപ്പിക്കുകയും ചെയ്തിരുന്നു. അപ്പോൾ ലെക്സി തന്നെയാണ് കാതറിൻ എന്ന് ചീഫ് പറയുമ്പോൾ അതെ, ഈ കാര്യം തന്നെയാണ് ജാക്കും പറഞ്ഞത്. ഇപ്പോഴാണ് എനിക്കെല്ലാം മനസ്സിലാകുന്നത്. ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് ഈ വഴി പോയിക്കൊണ്ടിരിക്കുകയാണ്. ഞാൻ ജാക്കിനെ പിന്തുടരുന്നു. നിങ്ങളും ബാക്കപ്പ് ടീമുമായി ആ സ്ഥലത്തേക്ക് വരൂ എന്ന് പറഞ്ഞ് ഫോൺ കട്ട് ചെയ്യുകയാണ്. ഇപ്പുറത്ത് നായികയും ആ പെൺകുട്ടിയും തമ്മിലുള്ള വഴക്ക് ഒരു ഘട്ടത്തിൽ വലിയ പരിക്കിലും ക്ഷീണത്തിലും അവസാനിക്കുന്നു. അപ്പോൾ നായികയുടെ തോക്ക് ആ പെൺകുട്ടിയുടെ കയ്യിൽ കിട്ടുകയും അവൾ എഴുന്നേറ്റ് വെടിവെക്കാൻ ശ്രമിക്കുകയും ചെയ്യുന്നു. കൃത്യസമയത്ത് നമ്മുടെ ഹീറോ വന്ന് രക്ഷിക്കുന്നു. ഈ സമയം പ്രിയ അവിടെ എത്തുന്നു. ആ പെൺകുട്ടിയുടെ കയ്യിൽ തോക്ക് കണ്ട് അവൾ വെടിവെക്കാൻ പോകുകയാണെന്ന് കരുതി പ്രിയ ലെക്സിയെ വെടിവെക്കുന്നു. അതോടെ ലെക്സിയുടെ കഥ അവസാനിക്കുന്നു. ഇപ്പോൾ സീൻ അവിടെ കട്ടാകുന്നു. പിറ്റേന്ന് രാവിലെ ഡെഡ് ബോഡികളെല്ലാം അവിടെ നിന്ന് കൊണ്ടുപോകുന്നു. നമ്മുടെ ഹീറോ ഇരുന്ന് സങ്കടപ്പെടുകയാണ്. അനിയത്തി അന്യായമായി മരിച്ചുപോയല്ലോ. ആ ചെറിയ കുട്ടിയോട് ഞാൻ എന്തു പറയുമെന്നൊക്കെ പറഞ്ഞ് അദ്ദേഹം വിഷമിക്കുന്നു. ഈ പ്രശ്നങ്ങളെല്ലാം എവിടെയാണ് തുടങ്ങിയതെന്ന് ചോദിക്കുമ്പോൾ നായിക തുടക്കം മുതൽ അവസാനം വരെയുള്ള കാര്യങ്ങളെല്ലാം വ്യക്തമായി വിശദീകരിക്കുന്നു. തുടക്കത്തിൽ ജ്യൂസിൽ മൂത്രം കലർത്തി നൽകിയതും പിന്നീട് കാട്ടിൽ പോയപ്പോൾ റേച്ചൽ ആ 3 പേരെ കൂട്ടിക്കൊണ്ടുവന്ന് 2 പേരോടും മോശമായി പെരുമാറാൻ പ്രേരിപ്പിച്ചതും എല്ലാം അവൾ വിശദീകരിക്കുന്നു. ഇപ്പോൾ സീൻ കട്ട് ചെയ്ത് 1 വർഷത്തിന് ശേഷമുള്ള കാര്യങ്ങളാണ് കാണിക്കുന്നത്. ഹീറോയും നായികയും ഒന്നിച്ച് ജീവിക്കുന്നു. നായിക ഇപ്പോൾ ഗർഭിണിയാണ്. അതുകൂടാതെ നായികയ്ക്ക് പഴയ ജോലി തന്നെ തിരിച്ചു കിട്ടി. ഇപ്പോൾ ആ ചെറിയ കുട്ടി, അതായത് അനിയത്തിയുടെ മകളെ ഹീറോയും നായികയും ചേർന്നാണ് വളർത്തുന്നത്. ഇപ്പോൾ കുറച്ചു ദിവസം ലീവുള്ളതിനാൽ അമ്മയുടെ വീട്ടിലേക്ക് പോകാമെന്ന് കരുതി ഹീറോയും നായികയും ആ ചെറിയ കുട്ടിയും കൂടി ഇറങ്ങുന്നു. പോകുന്നതിന് മുൻപ് മരിച്ചുപോയ ആ ആദ്യത്തെ കുഞ്ഞിന്റെ കല്ലറയിൽ പോയി പ്രാർത്ഥനകൾ കഴിഞ്ഞ് അവർ വീട്ടിലേക്ക് പോകുന്നു. വീട്ടിലെത്തിയപ്പോൾ നായികയ്ക്കായി അമ്മ ഒരു കത്തെഴുതി വെച്ചിട്ടുണ്ട്. ആ കത്ത് വായിച്ചു നോക്കുമ്പോൾ എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. നീ പെട്ടെന്ന് കാണാതായി. ആ സമയത്ത് ഞാൻ നിന്നെ തിരഞ്ഞു പലയിടത്തും അലഞ്ഞു. വിളിച്ചു നോക്കി, പക്ഷെ ഒരു മറുപടിയും ഉണ്ടായിരുന്നില്ല എന്നെഴുതിയിരിക്കുന്നു. ആ സമയത്താണ് അമ്മ മകളുടെ ഓർമ്മയ്ക്കായി പഴയ ടേപ്പുകളെല്ലാം എടുത്ത് കണ്ടു തുടങ്ങിയത്. മകളുടെ പഴയ വീഡിയോകളും വാർത്തകൾ വായിക്കുന്ന ടേപ്പുകളുമെല്ലാം മാറി മാറി കാണുന്നതിനിടയിൽ ഇവരുടെ 16-ാം പിറന്നാളിന് കാട്ടിൽ പോയപ്പോൾ നടന്ന ആ സംഭവം അമ്മ കാണുന്നു. അന്ന് നായികയുടെ ക്യാമറയിൽ മറ്റുള്ള കൂട്ടുകാരെല്ലാം ചേർന്ന് പ്രധാനമായും റേച്ചൽ ഒരു വീഡിയോ റെക്കോർഡ് ചെയ്തിരുന്നു. അതിലെന്താണുള്ളതെന്ന് വെച്ചാൽ കാതറിനെ ആ 3 ആൺകുട്ടികൾ ഉപദ്രവിക്കാൻ ശ്രമിക്കുമ്പോൾ നായിക പോയി അവളെ രക്ഷിക്കുന്നുണ്ട്. എന്നാൽ നായികയെ അവർ ഉപദ്രവിക്കാൻ തുടങ്ങിയപ്പോൾ കാതറിൻ അവളെ രക്ഷിച്ചില്ല. താൻ രക്ഷപ്പെട്ടാൽ മതിയെന്ന് കരുതി നായിക തന്നെ രക്ഷിച്ചിട്ട് പോലും അവൾക്കൊരു സഹായവും ചെയ്യാതെ ഒരു ജഡം പോലെ അവിടെ നിന്നു. ആ 3 ആൺകുട്ടികളും ചേർന്ന് നായികയെ മാറി മാറി പീഡിപ്പിക്കുകയായിരുന്നു. അതെല്ലാം റെക്കോർഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഇത് കണ്ടിട്ട് അമ്മ ഭയങ്കരമായി കരയുന്നു. അതുമാത്രമല്ല, ആ ചെറിയ കുട്ടി എന്ന് മരിച്ചു ആ സമയത്ത് കല്ലറയിൽ പോയി കണ്ടുവരാറുണ്ടായിരുന്നു. കൃത്യമാ തീയതിയായാൽ വർഷാവർഷം കല്ലറയിൽ പോയി വരും. അങ്ങനെയാണ് ആ റേച്ചൽ മരിച്ച ദിവസം ഈ ചെറിയ കുട്ടിയുടെ ഓർമ്മ ദിവസമാണെന്ന് പറഞ്ഞ് കല്ലറ കാണാൻ പോയപ്പോൾ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കെ അവിടെ ഹീറോയും റേച്ചലും വരുന്നത് കാണുന്നത്. അവർ കാറിനുള്ളിൽ റൊമാൻസ് ചെയ്യുന്നത് അമ്മ കണ്ട് ഞെട്ടുന്നു.
മരുമകൻ പോയതിനുശേഷം അമ്മയുടെ മനസ്സിൽ റേച്ചൽ ചെയ്ത കാര്യങ്ങളെല്ലാം ഓടുകയാണ്. റേച്ചലാണ് ആ 3 പേരെ കൂട്ടിക്കൊണ്ടുവന്നത്. അന്ന് ഹീറോയുടെ അനിയത്തിയും റേച്ചലും പിന്നെ സ്കൂളിൽ മരിച്ച ആ പെൺകുട്ടിയും കൂടിയിരുന്ന് നായികയെ പീഡിപ്പിക്കുന്നത് കണ്ട് ആസ്വദിക്കുകയായിരുന്നു. ഇതുകൂടാതെ കാതറിനും അവളെ രക്ഷിച്ചില്ല. ഇതെല്ലാം കണ്ട അമ്മയുടെ മനസ്സിൽ വലിയ ദേഷ്യമുണ്ടാകുന്നു. ഹീറോ അവിടെ നിന്ന് പോയതിനുശേഷം കത്തിയെടുത്തുപോയി റേച്ചലിനെ ക്രൂരമായി കുത്തിക്കൊല്ലുന്നത് ഇവരാണ്. സ്കൂളിൽ പോയി ആ 2ാമത്തെ കൂട്ടുകാരിയെയും അമ്മ തന്നെയാണ് കൊല്ലുന്നത്. ഇവർ സ്കൂളിലും കാതറിന്റെ വീട്ടിലും അങ്ങനെ പലയിടത്തും വീട്ടുജോലി ചെയ്തിട്ടുണ്ട്. അതുകൊണ്ടുതന്നെ അവർക്കെല്ലാ വഴികളും നന്നായി അറിയാം. സ്പെയർ കീ വരെ അവരുടെ കയ്യിലുണ്ടായിരുന്നുവെന്ന് തോന്നുന്നു. അതുവച്ചാണ് ഓരോരുത്തരെയായി കൊലപ്പെടുത്തിയതെന്ന് കാണിക്കുന്നു. ഹീറോയുടെ അനിയത്തിയെപ്പോലും അമ്മ തന്നെയാണ് പോയി കൊലപ്പെടുത്തിയത്. സത്യത്തിൽ ആദ്യത്തെ കൊല നടക്കുമ്പോഴാണ് നായിക നാട്ടിലേക്ക് വന്നത്. അടുത്ത കൊല നടക്കുമ്പോൾ നായികയ്ക്ക് നാട് വിട്ടുപോകാൻ കഴിയാത്ത സാഹചര്യമുണ്ടായിരുന്നു. 3ാമത്തെ കൊല നടക്കുമ്പോൾ വേറെ വഴിയില്ല, അവൾ ഇവിടെ തന്നെയുണ്ട്. ഹീറോ ആ കുട്ടിയുമായി കഷ്ടപ്പെടുമ്പോൾ 2 പേരും ചേർന്ന് കുട്ടിയെ വളർത്തും, കുട്ടിയുണ്ടെങ്കിലേ അവർ ഒന്നിച്ചു നിൽക്കൂ എന്ന് കരുതിയാണ് ഇതൊക്കെ ചെയ്തത്. അതുമാത്രമല്ല, ഹീറോയുടെ അനിയത്തി അത്ര നല്ലവളൊന്നുമായിരുന്നില്ല. അവളും അന്ന് അവിടെ ഇരുന്ന് ഇതെല്ലാം കണ്ടു രസിച്ചവളാണ്. റേച്ചലിനോടൊപ്പം ചേർന്ന് ആ കൊലപാതകമെല്ലാം കണ്ടു രസിക്കുകയായിരുന്നു. ഇപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കത്തിലെഴുതി വച്ചിരിക്കുന്നു. ഇത് കണ്ടിട്ടിവർ വല്ലാതെ ഞെട്ടുന്നു. അമ്മേ, നിങ്ങളാണോ എല്ലാവരെയും കൊന്നത് എന്നവർ ചിന്തിക്കുന്നു. പ്രധാനമായും എല്ലാവരെയും കൊന്നിട്ട് ആ കാതറിനില്ലേ, ഇപ്പോൾ ലെക്സിയായി ജീവിക്കുന്നവൾ, അവളുടെ മേൽ കുറ്റം ചുമത്താൻ അമ്മ ഈ കാര്യങ്ങളെല്ലാം പ്ലാൻ ചെയ്തിരിക്കുകയായിരുന്നു. ആ തെളിവുകളെല്ലാം, അതായത് മരിച്ചവരുടെ DNA-യും നഖങ്ങളുമെല്ലാം കൊണ്ടുപോയി കാതറിന്റെ വീട്ടിൽ, അതായത് ലെക്സിയുടെ വീട്ടിൽ കൊണ്ടിട്ടാൽ അവൾ കുടുങ്ങിക്കൊള്ളുമെന്ന് കരുതി അവളെ കൊടുക്കാൻ ശ്രമിച്ചു. എന്തിനേറെ പറയുന്നു, പ്രിയ വന്ന് കാതറിനെ വെടിവെച്ചു കൊല്ലുമ്പോൾ പോലും ഈ അമ്മ അവിടെ ഇരുന്നത് കണ്ടു നിൽക്കുകയായിരുന്നു. ഇവൾ മരിച്ചാലും ശരി, ജയിലിൽ പോയാലും ശരി, സാരമില്ല എന്ന് കരുതി അവരൊന്നും ചെയ്യാതെ നിന്നു. മറ്റൊന്ന്, റേച്ചലിനെ ആദ്യം കൊലപ്പെടുത്തിയപ്പോൾ വസ്ത്രം മുഴുവൻ രക്തക്കറയായിരുന്നു. ഈ വസ്ത്രവുമായി പോയാൽ പിടിക്കപ്പെടുമെന്ന് കരുതി വസ്ത്രങ്ങളെല്ലാം അവിടെ തന്നെ അഴിച്ചുമാറ്റിയിട്ട് പിന്നീട് നഗ്നയായാണ് അവർ വന്നത്. ഇവർക്ക് ഓർമ്മക്കുറവ് പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിനെ വെട്ടിക്കാനാണ് തനിക്ക് ഓർമ്മക്കുറവുണ്ടെന്നും താൻ ബുദ്ധിമുട്ടുകയാണെന്നും പറഞ്ഞ് എല്ലാവരെയും വിശ്വസിപ്പിച്ചത്. ഇതെല്ലാം നായിക മനസ്സിലാക്കുന്നു. അമ്മയ്ക്ക് തന്നോട് എത്രമാത്രം സ്നേഹമുണ്ടെന്നും എത്രമാത്രം കരുതലുണ്ടെന്നും ഓർത്ത് അവൾ വികാരഭരിതയാകുന്നു. അവളുടെ കണ്ണുകൾ നിറയാൻ തുടങ്ങി. ഇതോടെ ഈ സീരീസിന്റെ കഥയും അവസാനിക്കുന്നു. എങ്ങനെയുണ്ടായിരുന്നു ഈ സീരീസ്? ഞാൻ തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഈ ട്വിസ്റ്റ് നിങ്ങൾക്ക് ഊഹിക്കാൻ കഴിഞ്ഞിരുന്നോ? നിങ്ങൾക്ക് ഈ സീരീസ് ഇഷ്ടമായോ? താഴെ കമന്റ് ചെയ്യണേ. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് കൂടി ചെയ്യണേ. കൂടുതൽ കിടിലൻ സ്റ്റോറിയുമായി നമുക്ക് വീണ്ടും കാണാം. ലോട്ട്സ് ഓഫ് ലവ് ഗൈസ്. ബൈ.